ശ്രീമദ് ഭാഗവതം ക്ലാസ് 124 സ്കന്ധം 6 അഞ്ചാമത്തെ അധ്യായമായിട്ട് ദക്ഷകൃത നാരദ ശാപം. ദക്ഷനിൽ നിന്നും നാരദൻ ഒരു ശാപം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കഥ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ശാസ്ത്രതത്വങ്ങൾ, പ്രപഞ്ച സൃഷ്ടി രഹസ്യം പറയുകയാണ്. ദക്ഷനാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ ഓർബിറ്റാണ്, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളിൽ നിന്നാണ്. ആറ്റങ്ങളിൽ തന്നെ ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്തെ ഓർബിറ്റുകളാണ്. അതിൽ 8 ഇലക്ട്രോൺ വേണം. 8 ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അത് പലതുമായിട്ട് കൂടിച്ചേരേണ്ടത് ടെൻഡൻസി ഉണ്ട്. ആ ഇലക്ട്രോണെ വെച്ചുകൊണ്ട് പലതുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഏറ്റവും പുറത്ത് ദക്ഷൻ്റെ ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ ആക്കും. അപ്പോഴാണ് കൂടിച്ചേർന്ന്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ പലതും ആറ്റങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നിട്ട് പ്രപഞ്ചമായി മാറിയത്. നാരദനാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഒരു കർമ്മം ചെയ്യേണ്ട സമയത്ത് ഒരു ട്രിഗറിങ് പൾസ്, ഇലക്ട്രോണിക്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രിഗറിങ് പൾസ്. ഉദാഹരണമായിട്ട് നമ്മളൊരു മാളിൻ്റെ എല്ലാം മുന്നിൽ ചെല്ലുമ്പോൾ വാതിൽ തന്നാലെ തുറക്കുന്ന കാണും. അപ്പോൾ അവിടെയുള്ള സെൻസർ ഒരു ട്രിഗറിങ് പൾസ് മെഷീനിലേക്ക് അയക്കും. അത് അതിനെ പോയി കുത്തി അടക്കിയിട്ടാണ് മോട്ടോർ തിരിയുന്നതും ഡോറ് തുറക്കുന്നതും. അപ്പോൾ ഇത്തരം ട്രിഗറിങ് പൾസ് ഇലക്ട്രോണിക്സിൽ പ്രധാനമാണ്. അതുപോലെ തന്നെ അതില്ലാതെ ഇലക്ട്രോണിക്സ് ഇല്ല. അതുപോലെ നമ്മളെ മനസ്സിലും പലതരം ചിന്തകൾ ഉണ്ടാകും. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നെല്ലാം. പക്ഷെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നത് ഈ ട്രിഗറിങ് പൾസാണ് തീരുമാനിക്കുന്നത്. ഏതാണോ നമ്മൾ ചെയ്യേണ്ടത് അത് ആ ട്രിഗറിങ് പൾസ് പോയിട്ട് നീ ഇങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും. അതുവരെ നമ്മൾ പല ശങ്കകളിലിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴെല്ലാം ചെറിയ നിസ്സാര കാര്യത്തിന് തന്നെ അടിപിടിയെല്ലാം കൂടിയിട്ട് ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തിയെന്നും വരും. അവസാനം ജയിലിൽ കിടക്കുമ്പോഴാണ് ആലോചിക്കുക, നമ്മൾ മണ്ടത്തരയിലെ കാണിച്ച് ഇത്രയും നിസ്സാര ഒരു കാര്യത്തിന് ഈ കത്തിയെടുത്ത് കുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഗതി? ആ സമയത്ത് ട്രിഗറിങ് പൾസ് വന്നിട്ട് നീ ചെയ്യേണ്ട ഡ്യൂട്ടി ഇതാണ്, ഇത് ചെയ്തു കൊടുക്കുക. അത് തന്നെയാണ് അർജുനനെ തപസ്സിനെല്ലാം പോകാമെല്ലാം ചിന്തിച്ചതാണ്. ഭീഷ്മരെയൊന്നും ബന്ധുക്കളെയൊന്നും കൊല്ലാൻ പറ്റില്ല. പക്ഷെ ഒരു ട്രിഗറിങ് പൾസ് വന്നിട്ട് പറയുന്നു നീ ചെയ്യേണ്ട ജോലി ഇതാണ്, അത് ഓൾറെഡി തീരുമാനിച്ചാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭീഷ്മരെല്ലാം കാലത്തിൻ്റെ വായിലേക്ക് പോകുന്ന കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാം അത് ഓൾറെഡി തീരുമാനിച്ചാൽ നീ ഒരു നിമിത്തം മാത്രമാണ്. അപ്പോൾ ഒരു ട്രിഗറിങ് പൾസ് അർജുനോട് കുത്തിക്കൊടുക്കുമ്പോൾ അർജുൻ പോയിട്ട് കർമ്മം ചെയ്യും. ഇങ്ങനെയാണ് മനുഷ്യരെ മുന്നോട്ടേക്ക് കാലം അല്ലെങ്കിൽ സൗരയൂഥ സിസ്റ്റത്തിലൂടെ ഇത് കൊണ്ടുപോകുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഇലക്ട്രോണിക്സിൽ ട്രിഗറിങ് പൾസില്ലെങ്കിൽ ടി വി വർക്ക് ചെയ്യില്ല. ടി വിയിൽ പിക്ചർ ഉണ്ടാകുന്ന ഒന്നിച്ചല്ല, ഒരു വരിയിലൊരു പിക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ഒരു ട്രിഗറിങ് പൾസ് വരും. അതവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങും. ഇങ്ങനെ അതെല്ലാം ഓരോ ട്രിഗറിങ് പൾസിലൂടെയാണ്. അതുപോലെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം ട്രിഗറിങ് പൾസിലൂടെയാണ്. അതാണ് നാരദൻ. അതുകൊണ്ടാണ് നാരദനെ എത്തിച്ചല്ലാത്ത സ്ഥലമില്ല. എന്ത് കർമ്മം നടക്കുമ്പോൾ അവിടെ നാരദൻ ഉണ്ടാകും. ആരെന്തും പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇത് അപ്ലോഡ് ഇപ്പം ചെയ്യണോ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമോ പോലെ എന്നുള്ള ചിന്ത വരുമ്പോൾ ഒരു ട്രിഗറിങ് പൾസ് വന്നിട്ട് പറയും ഇപ്പം തന്നെ അങ്ങ് ചെയ്ത് കളയാം. ഇപ്പം ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം നാരദനുണ്ട്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാം. ഒന്നാമത് പറയാണ് ശ്രീ സുഗൻ 1 വിഷ്ണുമായാൽ ആസക്തി വളർത്തപ്പെട്ടവനും സൃഷ്ടികർമ്മത്തിൽ സമർത്ഥനുമായ ദക്ഷ പ്രജാപതി. ഇപ്പം ദക്ഷ പ്രജാപതിയിലെ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് സൃഷ്ടിക്ക് വേണ്ടി ഇറങ്ങുന്നു. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് പുതുതായിട്ട് തീരാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. ആസക്തി വളർന്നിട്ട് മായാൽ ആകൃഷ്ടമായി. അപ്പം ഈ ലോകം മായയാണ്, ഭൗതിക ലോകമാണ്.
മോഡേൺ സയൻസിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മോഡേൺ സയൻസ് മായയിലകപ്പെട്ടതാണ്. അത് അപരാ സയൻസാണ്. യഥാർത്ഥീൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമാണ് പരാസയൻസ്. അതാണ് പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടത്. അത് ആധുനിക സയൻസിൻ്റെ പരിധി വരുന്നതല്ല. അപ്പോൾ ഇനിയുള്ളതെല്ലാം ഭൗതിക, ഇവിടുത്തെ നമ്മളുള്ള ഈ ലോകം തന്നെയാണ്. മായാലോകം എന്നേ അർത്ഥമുള്ളൂ, അതൊന്നും ഇല്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. അപ്പം ദക്ഷ പ്രജാപതി പഞ്ചജനപുരിയിൽ ഹരീശ്വരന്മാരെന്ന 10,000 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. അപ്പം ആദ്യം ആറ്റങ്ങളിൽ നിന്നുണ്ടായത് 10,000 പുത്രന്മാരാണെന്ന് പറയുമ്പോൾ 33 കോടി വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ 10,000 എന്ന് പറയുന്നത് കുറച്ച് കാര്യമാണ്. അപ്പം ആറ്റങ്ങൾ ആദ്യം ഉണ്ടാകുന്നത് എന്തായിരിക്കും? അത് സയൻസിലോട്ട് ചിന്തിക്കുമ്പം ഈ ഹരീശ്വരന്മാർ ആരാണെന്ന് മനസ്സിലാകും. ഇപ്പം രണ്ടിൽ പറയാണ്, ഒരേ തരത്തിൽ സ്വഭാവമുള്ളതും ആചാരം ഉണ്ടായിരുന്ന അവർ പ്രപഞ്ച സൃഷ്ടിക്കായി പിതാവ് നിർദ്ദേശിച്ച പ്രകാരം പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി. അപ്പം പുത്രന്മാരെ ഉണ്ടാക്കിയിട്ട് പുത്രന്മാരോട് പറഞ്ഞ് നീ പ്രപഞ്ച സൃഷ്ടിക്ക് പോകണമെന്ന്. അപ്പം ഇവരുടെ സ്വഭാവം, ആദ്യം ആറ്റങ്ങളിൽ നിന്നുണ്ടായിരുന്ന വസ്തുക്കളുടെ സ്വഭാവം, ആദ്യമുണ്ടായ വസ്തുവിൻ്റെ സ്വഭാവം ഒരേ സ്വഭാവമാണ്. അപ്പോൾ ഒരേ സ്വഭാവമുള്ള വസ്തുക്കളെയാണ് സൃഷ്ടിച്ചത്. അവരുടെ നടപ്പും ആചാരവും എല്ലാം ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആദ്യം ഉണ്ടായി 10,000 പേര്, അതായത് 33 കോടിയിൽ 10,000 പേര്. കെമിസ്ട്രി പഠിച്ചവന് കെമിസ്ട്രിയിലൂടെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഇത് എന്ന് പിടികിട്ടും. അവർ പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി. എന്തിനു? സൃഷ്ടി നടത്താൻ. പക്ഷെ അവരെ കൊണ്ട് സൃഷ്ടി നടത്താൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറയാം. 3, അവിടെ സിന്ധു നദി സമുദ്രത്തിൽ ചേരുന്ന ഇടത്ത് നാരായണ സരസ് എന്ന ഇടത്ത് എത്തിയിട്ട് അവർ സിദ്ധമുനിമാരെല്ലാം സേവിക്കുന്ന ആ സ്ഥലമാണ് അത്. അവിടെ എത്തി. അതൊരു സ്ഥലം എത്തി എന്നെല്ലാം പറയുന്നത്. അത് സാധാരണ കഥയിൽ പറയുമ്പോൾ അങ്ങനെയെല്ലാം പറയും. എന്നിട്ട് 4 ആ തീർത്ഥജല സ്നാനത്തിൽ മുങ്ങിക്കുളിച്ച് മനസ്സിലെ മാലിന്യം നീക്കി. അപ്പം അവർക്ക് ആ നദിയിൽ കുളിച്ചുകൊണ്ട് മനസ്സിന് മാലിന്യമില്ല. അതായത് ആറ്റങ്ങളിൽ നിന്നും ആദ്യമുണ്ടായ വസ്തുക്കൾക്ക് മനസ്സിൽ മാലിന്യമില്ല. അതിന് ആരോടും പ്രേമമില്ല, അതിനാരോടും ഒരു ചിന്തയുമില്ല, അതിനൊരാഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു സാധനമാണ് ആദ്യമുണ്ടായ 10,000 മെത്തത്തിൽ 33 കോടി വസ്തുക്കൾ. അതാരാണെന്ന് കെമിസ്ട്രി പഠിച്ചവർക്ക് ഇപ്പം മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. ഇങ്ങനെ വേണം നമ്മുടെ വേദപുരാണ ഉപനിഷത്തുക്കളെ ഉള്ളോട്ട് മുന്നോട്ട് പോകാൻ. ഇനി 5 അവർ എന്ത് ചെയ്തു? പരമഹംസധർമ്മത്തിൽ ആകൃഷ്ടരായി. അവരെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായപ്പോൾ അവരുടെ മനസ്സിൽ ഒരാഗ്രഹം, നദിയിൽ കുളിച്ചപ്പോൾ എന്ത് പറ്റി? അവർക്ക് വളരെ ഹാപ്പി. മനസ്സിൽ ഒരാഗ്രഹവുമില്ല. ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ മറ്റേതുമായിട്ട് കൂടിച്ചേർന്നിട്ട് പുതിയ വസ്തുക്കളായിട്ട് മാറുകയുള്ളൂ. ഇതിനാഗ്രഹമില്ല. അപ്പോൾ അവർ പരമഹംസപദത്തിലേക്ക് പോയി, ധർമ്മത്തിലേക്ക് പോയി. പരമഹംസ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമഹംസന്മാരുടെ സ്വഭാവം എന്താണ്? അവർ എല്ലാം ഉപേക്ഷിച്ച്, കുടുംബത്തെ അടക്കം ഉപേക്ഷിച്ച്, ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് പോകുന്നവരാണ് പരമഹംസർ. ആ ധർമ്മത്തിലേക്ക്, അതായത് ഒരു സന്യാസിയുടെ ഈ ഭൗതിക ലോകമുണ്ടാക്കുന്നതിനൊന്നും താല്പര്യമില്ലാത്ത വസ്തുക്കളാണ് 10,000 ആദ്യം ഉണ്ടായത്. കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് പിടികിട്ടി ഇതെന്താണെന്ന്. ഇനി 5 ഉഗ്ര തപസ്സിനാൽ അവർ അങ്ങനെ തപസ് ചെയ്തു പ്രജാഭിവൃഷ്ടിക്കായി. അത് പിന്നെ കഥയിൽ പറയുന്നതാണ്, ഒന്നിനും താല്പര്യമില്ലാത്തതാണ്. എന്നാൽ പിതാവ് പറഞ്ഞ സ്ഥിതിക്ക് ധർമ്മം ചെയ്യണം. ബ്രഹ്മസാക്ഷാത്കാരം നേടിയാലും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നതിനും അവൻ്റെ കർമ്മം തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് വേദം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം വിരക്തി വന്ന് പോയാലും നമ്മളെ കർമ്മം തീർക്കാതെ പോകാൻ പറ്റൂല. അപ്പം അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന പ്രജകളെ സൃഷ്ടിച്ചാണ്. അതുകൊണ്ട് പ്രയത്നിച്ചു കൊണ്ടിരുന്ന അവരുടെ അടുക്കൽ നാരദമുനിയെത്തി.
അപ്പോൾ അവരുടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. പ്രജകളെ സൃഷ്ടിക്കണം, അച്ഛൻ സൃഷ്ടിച്ച പ്രകാരം പ്രജകളെ സൃഷ്ടിക്കണോ, എല്ലാം എന്താണ് വേണ്ടത്, എനിക്കാണെങ്കിൽ ഒന്നിനും താല്പര്യമില്ല. അപ്പോൾ നാരദമുനി മനസ്സിൽ കയറി വരുന്നു. പിന്നെ നാരദമുനി എന്ന് പറയുന്നു, നിന്റെ ജോലി ഇതൊന്നുമല്ല, നീ ഇങ്ങോട്ട് പോകും. കാരണം നമുക്കും വിരക്തി വരുമ്പോൾ, ഈ ലോകത്തോടെല്ലാം വിരക്തി വന്നു. നമ്മൾ പോകുമ്പോൾ വീടിറങ്ങിയിട്ട് എല്ലാവരോടും എന്നാൽ പിന്നെ യാത്ര പറഞ്ഞിട്ട് പോയി കളയാം, ഞാനിതാ നിങ്ങളെല്ലാം വിട്ടു പോകാൻ പോകുന്നു പറയുമ്പോൾ ഉള്ളിലുണ്ടാവും, ഞാൻ പോയ ഇവരുടെ കാര്യം ഇങ്ങനെ ഒരു ശങ്കയുണ്ടാവും. പോണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാരദൻ തലയിൽ കയറി വന്നിട്ട് പറയാ, എടേ നിന്റെ ജോലി പോകാനാണോ, അറിയുന്നിട്ട് നീ അങ്ങ് പോകുന്നതാണ്. അവ ഇട്ടെറിഞ്ഞ ഒറ്റ പോക്കായിരിക്കും. എല്ലാം നേരത്തെ പറഞ്ഞേ അങ്ങനെ പോയാൽ പറ്റില്ല, കുടുംബങ്ങളെ കാര്യമില്ല അതുകൊണ്ട്. അപ്പൊ പിന്നെ ആത്മീയം കളഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് വരും. ഇതെല്ലാം നാരദനാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് ഇത് ജയിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ട്രിക്കറി പൾസുണ്ട്. അപ്പൊ സയൻസിലോട്ട് നമ്മൾ വീക്ഷിക്കുമ്പോഴാണ് വേദവ്യാസന്റെ എല്ലാം ആ ഒരു ദീർഘവീക്ഷണം കഥരൂപത്തിലുള്ള അവതരിപ്പിക്കാനുള്ള ആ കഴിവ് നമ്മൾ മനസ്സിലാക്കുന്നു. അവര് ശാസ്ത്രവും പഠിച്ച് കഥകളിലൂടെ ഇവയെ ആവിഷ്കരിക്കാനുള്ള അവരുടെ ആ ബുദ്ധി വൈഭവമുണ്ടല്ലോ, അപാരം തന്നെ, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇനി അപ്പൊ നാരദൻ അതായത് അവരുടെ മനസ്സിൽ തന്നെ ചിന്തകൾ ഉൾപ്പെടുകയാണ്. ഹേ ഹരീശ്വരന്മാരെ, ഭൂമിയുടെ അറ്റത്തെ കൺപോലും കണ്ടെത്താൻ കഴിയാത്ത മൂഢരായ നിങ്ങൾ ഈ ഭൂമിയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഭൂമിയിലല്ലേ സൃഷ്ടി നടത്തണ്ടോ? സൃഷ്ടി നടത്തുമ്പോൾ നമ്മളൊരു വീടിന്റെ സൃഷ്ടി നടത്തുമ്പോൾ എന്താണ് ചെയ്യുക? ഒരു വീട് നിർമ്മിക്കേണ്ട ആ സ്ഥലമെല്ലാം ഒന്ന് പോയി കണ്ട് അതിനെല്ലാം കണ്ടിട്ടാണ് സൃഷ്ടി നടത്തുക. നിങ്ങൾ ഭൂമി പോലും കണ്ടിട്ടില്ല. അവരെ ഉള്ളത്തോതിയാണ്, കണ്ടെത്താൻ പോലും കഴിയാത്ത മൂഢന്മാരാണ് നിങ്ങളെങ്ങനെയാണ് പ്രജകളെ ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി 7 മുതൽ 9 വരെ. മാത്രമല്ല, ഒരേ ഒരു രക്ഷാപുരുഷനോട് കൂടിയ രാഷ്ട്രത്തെ കാണാതെ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു ശക്തിവിശേഷമുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാം രക്ഷാപുരുഷനായ ഒരു ഈശ്വരൻ. ആ ഈശ്വരനെ കാണാതെ നിങ്ങളിങ്ങനെയാണ് സൃഷ്ടി നടത്താൻ പോകുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. ഈ ദക്ഷ പ്രജാപതിയും സൃഷ്ടിക്ക് മുമ്പിൽ പോകുമ്പോൾ, ബ്രഹ്മാവായാലും സൃഷ്ടിക്ക് മുമ്പിൽ പോകുമ്പോൾ ആദ്യം ശ്രീഹരിയുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പം ആദ്യം ആ ശക്തിനെ കണ്ടിട്ട് വേണം പോകാൻ. ഇവർ പിന്നെ അല്ലാതെ എങ്ങനെയാണ് സൃഷ്ടി നടത്താൻ പറ്റുക? അപ്പം ഒരേ ഒരു രക്ഷാപുരുഷനോട് കൂടിയ രാഷ്ട്രത്തെ കാണാതെ, പുറത്തേക്ക് കടന്നെക്കുന്ന വഴി കാണാതെ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കുക? അങ്ങനെ ഒരു വഴിയുണ്ട്. നമ്മളൊരു കുടുക്കിൽ പെട്ടിരിക്കുക, ഇതൊന്നും അറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഗുഹയോളം. അപ്പൊ ഇത് എവിടെയാണുള്ളത്? ആറ്റത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവരൊരു ആറ്റമാണ്, ഇതൊരു ഗുഹ കണക്കുള്ളതാണ്. ഈ ഗുഹയിൽ നിന്ന് ഇവർ പുറത്തേക്ക് കടന്നിട്ടില്ല, വെറും ആറ്റമാണ്, ഏറ്റവും സൂക്ഷ്മമാണ്. അതിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വിശാല വീക്ഷണത്തോടെ നോക്കിയാലല്ലേ സൃഷ്ടി നടത്താൻ പറ്റും. ഇവരൊരു ഗുഹയിൽ കിടക്കുകയാണ് ഈ ആറ്റം. അതുകൊണ്ട് ഗുഹയെയും അനേകം രൂപം ധരിച്ച സ്ത്രീകളെയും തന്നിഷ്ടം പോലെ നടക്കുന്ന വേശ്യാഭർത്താവിനെയും, അപ്പം അനേകം രൂപം ധരിച്ച സ്ത്രീകളെയും, ആറ്റത്തിലെ സ്ത്രീകൾ ആരാണ്? ഇലക്ട്രോണുകളാണ്. ഈ ഇലക്ട്രോണുകളാണ് മറ്റുള്ളവയുമായി കൂടിച്ചേർന്നിട്ട് പലതരം വസ്തുക്കളായിട്ട് മാറുന്നത്. ഈ ദക്ഷന്റെ ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ്, അത് സ്ത്രീകളാണ്. ന്യൂക്ലിയസ് പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്. ഇപ്പം ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ മറ്റുള്ളവയായിട്ട് കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചമായിട്ട് മാറേണ്ടത്, പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകേണ്ടത്. അതൊന്നും യുവമാർക്കറിയില്ല. ആ സയൻസ് പഠിക്കണം. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയ എങ്ങനെയാണ്? വിഷ്ണുവിനെ ധ്യാനിച്ചെങ്കിലും വിഷ്ണു എടുത്തുകൊണ്ട് കൊടുത്തത് വേദങ്ങളാണ്, സയൻസാണ്. എന്നാ സയൻസ് പുസ്തകം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ ഇതുപോലെ നോക്കി ഉണ്ടാക്കും. ഇത് പഠിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രോണ്, പ്രോട്ടോണ് ഇതിനെല്ലാം കൂടിച്ചേർത്തിട്ട്. യുവന്മാർക്ക് ഇതൊന്നും പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇതിനകത്തുള്ള സ്ത്രീകൾ, ഇലക്ട്രോണുകൾ എങ്ങനെയാണ് മറ്റുള്ളവയായിട്ട് കൂടിച്ചേർന്നത്? അതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് നേരം പിടികിട്ടും. പിന്നെ
തന്നിഷ്ടം പോലെ നടക്കുന്ന വേശ്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആറ്റങ്ങൾ. ഈ ഇലക്ട്രോൺ ഭാര്യയാണ് മറ്റുള്ള ആറ്റവുമായിട്ട് കൂടി ചേർന്നു. അത് ആരുമായിട്ട് നടക്കാം. അപ്പം ചുറ്റും ഇങ്ങനെ വേറെ ആറ്റങ്ങൾ നടക്കുന്നുണ്ട്, ഭർത്താക്കന്മാർ. അപ്പം അവരോടൊന്ന് കൂടിച്ചേർന്നിട്ടാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. ഇപ്പം ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാതെ, അതായത് കെമിസ്ട്രി പഠിക്കാതെ, ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ കെമിസ്ട്രി പഠിച്ചേ പറ്റും. രണ്ട് വശത്തേക്കും ഒഴുകുന്ന നദിയെയും, രണ്ട് വശത്തേക്ക് നദി ഒഴുകും. ഇലക്ട്രോൺ ഇങ്ങനെ അങ്ങോട്ടേക്കും ഒഴുകും, അങ്ങനെ ഇങ്ങോട്ടേക്കും ഒഴുകും. ഇലക്ട്രോൺ ഇവിടെ നിന്ന് മറ്റേ ആറ്റത്തിലേക്കും പോകാം, അങ്ങേത്തുനിന്ന് ഇങ്ങോട്ടേക്കും വരാം. ഒഴുക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഇതാണ്. 25 പേരുടെ അത്ഭുതകരമായ വസതിയോടും 25 തരത്തിലുള്ള കർമ്മങ്ങളിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത്. ചിലത് മാത്രം ഉച്ചരിക്കുന്ന ഹംസത്തെയും, ഹംസം എന്ന് പറഞ്ഞാൽ ജീവൻ, നമ്മളെ ശ്വാസഗതി, ആ ശ്വാസഗതിയെല്ലാം മനസ്സിലാക്കുന്ന ശരീരവും മനുഷ്യനെ സൃഷ്ടിക്കേണ്ടി കഴിയാത്തൊരു പ്രാണങ്ങളെല്ലാം ഉണ്ട്. ഈ പ്രാണങ്ങളെ പറ്റി എല്ലാം മനസ്സിലാക്കിയാലേ ഇതെല്ലാം മനസ്സിലാവുകയുള്ളൂ. കത്തികൾ കൊണ്ടും വജ്രങ്ങൾ കൊണ്ടും നിർമ്മിച്ചതുപോലെയുള്ള മൂർച്ചയും ഉറപ്പുമുള്ളതായി ചുറ്റിത്തിരിയുന്ന വസ്തുവേഗം. ഇപ്പം വസ്തുക്കൾ ഇങ്ങനെ പ്രപഞ്ചത്തിലുണ്ടായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ട്, അതിനെപ്പറ്റി. പക്ഷെ ഇതിനെ വേറെ തരത്തിൽ പിന്നോട്ടേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു കഥരൂപത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ വ്യാഖ്യാനം പിന്നെ വരുന്നുണ്ട്. അറിയാതെ നിങ്ങൾ സർവജ്ഞനായ പിതാവ് പറയുന്നീ കേട്ടിട്ട് നിങ്ങൾ ഇവരെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്? നിങ്ങളെ പിതാവിന് നല്ല ജ്ഞാനമുള്ള കക്ഷി തന്നെയാണ്, അതെല്ലാം പഠിച്ച കക്ഷി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സൃഷ്ടിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ വിവരം ഇല്ല. അതുകൊണ്ട് അതായത് വേദങ്ങളൊന്നും പഠിക്കാതെ, സയൻസ് പഠിക്കാതെ, കെമിസ്ട്രി പഠിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ സൃഷ്ടിക്രമം നടത്താൻ പോകുന്നത്? ഒരു 10 പറയുകയാണ്, നാരായണന്റെ വാക്കുകളുടെ ആന്തരികാർത്ഥം അവർ ഇങ്ങനെ നിരൂപണം ചെയ്തു. അവർ സ്വയം തന്നെ, ഈ നാരദൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അന്നേരം ഇന്നലെ തോന്നലുകൾ ഉണ്ടാക്കി. അതിനെ അവർ ഇങ്ങനെ നിരൂപണം ചെയ്തു. അതായത് നാരായണൻ പറഞ്ഞു കൊടുത്ത ഈ വളച്ചു കെട്ടിയിട്ട് പറഞ്ഞ സംഗതിയെ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് പറയുകയാണ്. നമുക്ക് നമ്മളുടേതായ നിലയിൽ മനസ്സിലാക്കാം, കെമിസ്ട്രിയിലൂടെ മനസ്സിലാക്കാം, അവർക്ക് അവരുടേതായ രീതിയിൽ മനസ്സിലാക്കാം. ഭൂമി എന്നത് ജീവൻ എന്ന സ്വപ്നയോടുകൂടി കൊണ്ടറിയപ്പെടുന്ന ശരീരം തന്നെയാണ്. ഈ ഭൂമി എന്നത് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരത്തെ പറ്റിയാണ്, അതിനെപ്പറ്റി തന്നെ. ആദിരഹിതനായ യാതൊന്ന്, ആദിരഹിതനായ, ആദ്യവും അറ്റവും ഇല്ലാത്ത, തുടക്കവും അവസാനമില്ലാത്ത യാതൊന്ന്, അതേതാണ് ആ ബ്രഹ്മം. പ്രപഞ്ചത്തിൽ ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മം ആത്മാവിനെ ബന്ധകാരണമായിരിക്കുന്നുവോ, ആത്മാവുമായിട്ട്, ജീവന്റെ ആത്മാവുമായിട്ട് ബന്ധിച്ചു കിടക്കുകയാണ്. അതിൻ്റെ ബന്ധനം സംഭവിക്കാതെ ശരീരവുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ട്. ആ ശരീരവുമായുള്ള ബന്ധം വേർപെടാതെ അതിന് ഉപയോഗമാകാത്ത കാര്യകർമ്മങ്ങൾ കൊണ്ട് എന്ത് ഗുണം? അപ്പോൾ ആ പരമാത്മാവ് ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. അത് ശരീരവുമായിട്ട്, നമ്മുടെ ഈ ശരീരം, നമ്മുടെ ആത്മാവ് ശരീരവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കാണുന്നതും കേൾക്കുന്നതിനെല്ലാം അനുസരിച്ച് പ്രതികരിക്കേണ്ടി വരും. അപ്പം ഇതിൽ നിന്നും വേർപെട്ട് ആ ആത്മാവിനെ, അതായത് ആ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാവുകയുള്ളൂ. വേറൊരുദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അച്ഛനമ്മമാർ പറയുന്നതാണ് നമ്മൾ ആദ്യം വിശ്വസിക്കുന്നത്. അച്ഛനും അമ്മയും പറയുന്നത്, ആ കുട്ടീനെ കണ്ട, അവൻ്റെ പേരെ കളിക്കൽ കേട്ട, അവൻ മോശമാണ്. ഓ ശരി, അവൻ മോശം. അവൻ്റെ മനസ്സിലെന്തായി? അവൻ മോശമാണ്. അവൻ മോശമാണോ അല്ലയോ എന്ന് അറിയേണ്ടെങ്കിൽ
ആ ബന്ധത്തിൽ നിന്നും പുറത്തു കടന്ന് സ്വതന്ത്രമായ ചിന്തയോടുകൂടി വേണം അവനെ വിലയിരുത്താൻ. അച്ഛനമ്മമാരെയും വിലയിരുത്തേണ്ടി വരും. എന്നിട്ട് വേണം തീരുമാനിക്കണം ആര് പറയുന്നത് ശരി. അതേപോലെ തന്നെ ഈ ജീവാത്മാവും ഈ പരമാത്മാവും ഈ ശരീരവും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നും മോചനം നേടാതെ എങ്ങനെയാണ് സൃഷ്ടി? അപ്പൊ ശരിയായ അടിസ്ഥാന ജ്ഞാനം വെച്ചുകൊണ്ട് വേണം സൃഷ്ടി നടത്താൻ. അങ്ങനെയല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ത് ഗുണമാണെന്നാണ് അവൻ ചിന്തിക്കുന്നത്. 12 പറയുകയാണ്, ബ്രഹ്മാണ്ടത്തിന്റെ നായകൻ. ഇനി ഈ പ്രപഞ്ചം ഉണ്ടാകാൻ പോകുന്ന ആ ബ്രഹ്മാണ്ടത്തിന്റെ ആ സ്ഥലത്തിന്റെ നായകൻ സർവേശ്വരൻ തന്നെ. അതാണ് സർവേശ്വരൻ. അവൻ തന്നെയാണ് എല്ലാത്തിന്റെ സാക്ഷി. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മത്തിനും സാക്ഷിയായി നിന്നുകൊണ്ട് ശരിക്കാണോ നടക്കുന്നത് എന്ന് നോക്കുന്ന അത് പ്രകാരമേ പോകുള്ളൂ. സാക്ഷിയായിട്ട് നിന്നാൽ മതി. അല്ലാതെ ഒരു അണുകിട മാറാൻ പറ്റില്ല. നമ്മളെ കർമ്മത്തിൽ നിന്നും ഒരു അണുകിട മാറാൻ പറ്റില്ല. അത് സാക്ഷിയായിട്ടുണ്ട്. നമ്മളെ ജീവാത്മാവിൻ്റെ അടുത്ത് ആ ഒരു പരമാത്മാവെന്നൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും കാല് പിടിച്ചിട്ട് സാധിപ്പിച്ചെടുക്കാമെന്ന് വെക്കുന്നത് മൗഢ്യമാണ്. അത് തീരുമാനിച്ചെടുത്തുകൊണ്ടേ പോകുള്ളൂ. അല്ലാതെ നമുക്ക് മാറാൻ ഒരണ്ണുകിട മാറാൻ പറ്റില്ല. കാരണം കക്ഷി സാക്ഷിയായിട്ട് അവിടെയുണ്ട്. അതിന് ഉറപ്പുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിൽ നാരദനെ വിട്ട് ചെയ്യിപ്പിക്കും. നീ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ആ വഴിയിലൂടെ പോകും, എത്തേണ്ട അടുത്ത് എത്തുകയും ചെയ്യും. അത് വിചാരിച്ചെടുത്ത്, നമ്മൾ വിചാരിച്ചെടുത്ത് എത്തുന്നിടത്തല്ല. അതെന്താണോ വിചാരിച്ചത്, നമ്മളെ എവിടെ കൊണ്ട് കുഴിയിലാണ് ചാടിക്കുന്നുണ്ടെങ്കിൽ അത് നീ കൊണ്ട് ചാടും. അല്ല, നമ്മൾ വിചാരിച്ചെടുത്തൊന്നുമല്ല പോകുന്നത്. നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കും. അതിനാണ് നാരദനെ വെച്ചിരിക്കുന്നത്. തനിക്ക് താൻ തന്നെ ആധാരമായിരിക്കുന്ന, അതിന് വേറെ ആരും ആധാരമില്ല. ആ ഈശ്വരൻ തന്നെയാണ്. അല്ലാതെ നമ്മൾ പറയുന്നതൊന്നും കേട്ടിട്ട് അത് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജനിവൃതി മുക്തനും, അതിന് ജനനവുമില്ല മരണവുമില്ല. അതിനെ കണ്ടെത്താതെ കാര്യകർമ്മങ്ങൾ കൊണ്ട് എന്ത് ഫലം? ആ ശക്തി ആദ്യം കണ്ടെത്തണം. അത് തന്നെയാണ് ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് ആദ്യം ചെയ്തിരുന്നത്. അതിനെ കണ്ടെത്താൻ പോയി. അപ്പൊ അതിനെ കണ്ടെത്താതെ നമ്മൾ ഈ സൃഷ്ടിക്കിറങ്ങി തിരിച്ച കാരണം അത് തീരുമാനിക്കുന്ന വഴിയാണ്. ഇപ്പൊ എനിക്കൊരു വീട് നിർമ്മിക്കണം, ഞാനാണ് വീട് നിർമ്മിക്കുന്നത്. ഏതോ ഒരു മേസ്ത്രീനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അല്ലെ ആരോ ഒരാൾ പറയാണ്, നിങ്ങളെ നോക്കി നടക്കുന്നുണ്ട് ഒരു കക്ഷി വീട് വെക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നിങ്ങളെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞാല് അയാള് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നിൽ നിന്ന് കാര്യം മനസ്സിലാക്കാതെ എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്? ഓ അതെയാ, എന്നാ പിന്നെ ഞാൻ നാളെ തൊട്ടിട്ട് അവിടെ പോയി ഒരു വീട് വെച്ചേക്കാന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ട് എന്നോട് ചോദിക്കാതെ വീട് കെട്ടാൻ തുടങ്ങും. ഇല്ല, എൻ്റെ അടുത്ത് വരണം. അത് തന്നെയാണ് ബ്രഹ്മാവ് ആരടുത്ത് പോയത്? ആ ശ്രീഹരിയുടെ അടുത്ത് പോയത്. ഇവര് ആദ്യം എന്ത് വേണം? ആ ബ്രഹ്മസാക്ഷാത്കാരം നേടണം. അപ്പൊ അത് തീരുമാനിക്കുന്നവരെയാണ് പിന്നെ കാര്യം പോവുക. പാതാളത്തിലെത്തിയവൻ തിരിച്ചു വരാത്തതുപോലെ, ഒരാൾ പാതാളത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാത്തതുപോലെ, ജീവൻ യാതൊന്നിനെ പ്രാപിച്ചാൽ തിരികെ വരുന്നില്ലയോ? ജീവൻ ആ ബ്രഹ്മത്തിൽ പോയി ലയിച്ചാൽ പിന്നെ നമ്മളെന്താവില്ല, തിരിച്ചു വരുന്ന പരിപാടി ഇല്ല. ആ ശക്തിയെ അറിയാതെ, അതായത് ആ സൃഷ്ടികർത്താവിനെ, ഇവിടെയെല്ലാം ഹരിശ്രീയെ അറിയാതെ, ശ്രീഹരിയെ അറിയാതെ കാമ്യകർമ്മങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഇങ്ങനെ അത് മനസ്സിൽ ഓരോന്ന് ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ആറ്റമാണ്. ആറ്റം കൂടി ചേർന്നിട്ട് ആദ്യം ഉണ്ടായ സംഗതിനെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യനൊന്നുമല്ല ഇങ്ങനെ ചിന്തിക്കാൻ. ഇത് നമ്മളെ ഉദാഹരണമായി വെക്കുമ്പോൾ നമ്മളെ വിചാരങ്ങൾക്കനുസരിച്ച് പറയുന്നതേ ഉള്ളൂ. അല്ല, ആറ്റം അവിടെ കിടന്നിട്ട് ചിന്തിക്കുന്നൊന്നുമില്ല. അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് പ്രകാരം അത് ചെയ്യും. ആ സയൻസ് എന്താണ്, ആദ്യത്തെ വസ്തു എന്താണെന്ന് നമുക്കിപ്പം കാണാം. ഇനി 14, ജീവാത്മാവിൻ്റെ ബുദ്ധിവൃത്തി സ്വച്ഛാചാരിണിയായി നടക്കുന്നു. സ്വച്ഛാചാരിണിയായി നടക്കുന്ന വേശ്യയെ പോലെ.
ജീവാത്മാവിൻ്റെ ബുദ്ധിവൃത്തി, നമ്മുടെ ജീവാത്മാവ്, അതായത് ഭൗതിക ലോകത്തിലെ നമ്മളെ ജീവാത്മാവ് സ്വച്ഛാചാരണിയായി നടക്കുന്ന വേശ്യയെ പോലെ, നേരത്തെ ഒരു വേശ്യയെ പറ്റിയെല്ലാം പറഞ്ഞിരുന്നല്ലോ, അത് അതിൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന വേശ്യയെ പോലെ വ്യാമോഹങ്ങളുടെ ബഹുവിധ വേഷം ധരിക്കും. നമ്മുടെ ഇച്ഛകൾ വേശ്യകളെപ്പോലെ ബുദ്ധിവൃത്തിയിൽ അകപ്പെട്ടുകൊണ്ട്, ഏത് ബുദ്ധി? ജീവാത്മാവിൻ്റെ ബുദ്ധി. ജീവാത്മാവിൻ്റെ ബുദ്ധി എന്താണ്? മോഡേൺ സയൻസ്, വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വച്ഛാചാരണിയായ വേശ്യയെ പോലെ, ഇലക്ട്രോൺ എന്നതൊരു വേശ്യയാണ്. യഥാർത്ഥത്തിൽ ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതൊരു വേശ്യയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോൺ, നെഗറ്റീവും ആറ്റത്തിൻ്റെ നടുവിലുള്ളത് പോസിറ്റീവുമാണ്. അപ്പം ഭാര്യയും ഭർത്താവുമാണ്. ഈ ഭാര്യയാണ് വേറെ പുരുഷനെ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടി പോകുന്നത്. വേറെ ഒന്നുമായിട്ട് കൂടിച്ചേർന്നിട്ട്, പുതിയ കെമിസ്ട്രി പഠിച്ചവർക്ക് മനസ്സിലാവും, എല്ലാവർക്കും ഇവർക്കെന്താണോ ഇവരെന്താണോ പറയുന്നതെന്നെല്ലാം തോന്നും. വേദങ്ങൾ വായിക്കണ്ടെങ്കിൽ സയൻസിൻ്റെ പാരമ്യത്തിലെത്തിയവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ, നമ്മളെ പോലെയുള്ളവർക്ക് പറ്റിയതല്ല. അതാദ്യം മനസ്സിലാക്കണം. വേദങ്ങൾ, ഈ പ്രപഞ്ച ശാസ്ത്ര രഹസ്യം മുഴുവൻ മനസ്സിലാക്കിയാലേ വേദങ്ങളെ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ, ഭാഗവതത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. സയൻസ് ഒന്നും പഠിക്കാതെ പറ്റില്ല. നമ്മളെപ്പോലെ എല്ലാം പഠിക്കാത്തവർക്കൊന്നും പറ്റില്ല. പിന്നെ എവിടെയെങ്കിലും നമ്മൾ പഠിച്ച വെച്ചിട്ട് എന്തെങ്കിലും പറയാം, ആ പഠിച്ചത് വെച്ചിട്ടേ പറയാൻ പറ്റൂ. അതിൻ്റെ അപ്പുറം കടന്നു പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെ നമ്മൾ പഠിച്ച വിഷയമാണെങ്കിൽ ചിലതെല്ലാം പറയാം. അതുകൊണ്ട് എല്ലാം പറഞ്ഞു കളയുന്നൊന്നും ധരിക്കരുത്. ഇതിനെ ബുദ്ധി കൂടുന്നതനുസരിച്ച് വ്യാഖ്യാനങ്ങൾക്ക്, ശാസ്ത്രീയമായുള്ള വ്യാഖ്യാനങ്ങൾക്ക് വലിയ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വേശ്യകളെപ്പോലെ വ്യാമോഹത്തോടെ ബഹുവിധ വേഷം ധരിക്കും. ഈ ഇലക്ട്രോണാണ് വേറെ പുരുഷനെ, നടുവിലുള്ള ന്യൂക്ലിയസിനെയും വിട്ടിട്ട്, ഭർത്താവിനെയും വിട്ടിട്ട് വേറെ പുരുഷനെ കാണുമ്പോൾ അങ്ങോട്ട് പോകും, സുഖം കണ്ടിട്ട്. എന്നിട്ട് അതുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് പുതിയ പുതിയ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുള്ള നമ്മുടെ ശരീരഘടന, ജനിതക ഘടനയടക്കം ഉണ്ടായിരിക്കുന്നത്. അതിനെ മറികടക്കാതെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിലേക്ക് എടുത്തു ചാടുന്നതിനെക്കാട്ടി മുമ്പിൽ ശരിയായ ആ ശക്തി വിശേഷത്തെ മനസ്സിലാക്കണം, ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ, ആ ബ്രഹ്മസാര ജ്ഞാനം നേടിയതിന് ശേഷം കർമ്മം ചെയ്താൽ മാത്രമേ ഫലമുള്ളൂ. അല്ലാതെ ഓരോ സയൻസും അറിയാതെ പിന്നാലെ ഓടി നടന്നാൽ നടക്കില്ല. പനഞ്ചൽ കുടല എന്ന ഭാര്യയ്ക്ക് കീഴടങ്ങിയവൻ. ഇങ്ങനെ ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക്, തെറ്റായ സ്ത്രീകൾക്ക് കീഴടങ്ങിയവൻ എന്ത് ചെയ്യും? ആ ചപല ബുദ്ധിക്ക് കീഴ്പ്പെട്ട്, ആ പ്രേമമാകുന്ന ബുദ്ധിക്ക് കീഴ്പ്പെട്ട്, ഇലക്ട്രോണിന് പ്രേമം തോന്നുമ്പോൾ പുറത്തൊരു ആറ്റം ഉണ്ടെങ്കിൽ ആറ്റത്തിന് സ്നേഹം തോന്നി ഇലക്ട്രോണോട്, ആ ഇലക്ട്രോണിനെ ആകർഷിച്ചു കൊണ്ടുപോകും. അങ്ങനെ എന്തുണ്ടാവുന്ന സുഖദിക്കങ്ങൾ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ നമ്മളും ഭൗതിക ലോകം, ഇവിടെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ, സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ ചിന്തിക്കേണ്ട, എല്ലാ ഭൗതിക സുഖങ്ങളുടെയും പിന്നാലെ നമ്മളെ ജീവാത്മാവ് പാഞ്ഞു നടക്കുകയാണെങ്കിൽ പോകുന്ന ജീവാത്മാവ് ദുഃഖങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കും. അവ അറിവില്ലായ്മയാൽ നടത്തുന്ന, അത് ചെയ്യുന്ന അറിവില്ലായ്മ കൊണ്ടാണ് ആ കർമ്മങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഇല്ല. ശരിയായ ശാസ്ത്രതത്വം മനസ്സിലാക്കണം. അപ്പൊ ഈ ഉണ്ടായ വസ്തു ഇങ്ങനെ ചിന്തിക്കുന്ന വസ്തുവാണ്. ഭൗതിക ലോകത്തിലൊന്നും താല്പര്യമില്ലാതെ വിരക്തി വന്നവനാണ് ഈ വസ്തു. ഭൗതിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, വിരക്തി വരികയാണ്. അവൻ്റെ ചിന്ത ഇങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് കൂടേണ്ട കാര്യം എന്തിനാണ്? കൂടുന്നതിനെക്കാട്ടി മുമ്പിൽ ആ ഈശ്വരനെ മനസ്സിലാക്കണം. ഈശ്വരനെ മനസ്സിലാക്കിയ രീതിയെല്ലാം പിന്നിൽ കളിപ്പിക്കുന്ന ശക്തിയെ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഒരു സന്യാസിയായ രൂപത്തിലുള്ള വസ്തുവാണിത്. അപ്പൊ അതിന് മറ്റുള്ളവയായിട്ട് കൂടിച്ചേർന്നിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. 16 ഒഴുക്കിൽപ്പെട്ടവൻ ഒരു തിരയാൽ കരക്കെടുക്കുമ്പോൾ, ഒരാൾ വെള്ളത്തിൽ വീണു, ഒരു തിര അവനെ വലിച്ചു കൊണ്ടുവന്ന് കരയോടടുപ്പിക്കുമ്പോഴാണ് വേറെ തിരിച്ചു പോകുന്ന തിര അതിനെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകുന്നത്.
പ്രതിബദ്ധമായി നിൽക്കുന്ന പോലെ ഈ എതിര് തന്നെ എന്ത് ചെയ്യും? പ്രതിബദ്ധമായിട്ട് നിൽക്കും. അവരെ അങ്ങനെ കരക്കാക്കാൻ നിൽക്കില്ല. കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെട്ടിട്ട് കരക്ക് പിടിച്ചോളും. ജനനമരണത്തിന് കാര്യമായ മായ, അതേപോലെ മായയും ജനന മരണമാകുന്നതിനെ തടുക്കാൻ വേണ്ടി അതിൽ നിന്ന് മോക്ഷം നേടുന്നതിന് എതിരായിട്ട് നിൽക്കുകയാണ് മായ. അതിൻ്റെ ഗതിവേഗത്താൽ അത് തീരുമാനിക്കുന്ന മാതിരിയാണ്. മായയിൽ അകപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ജന്മവും ജനിച്ചിട്ട് കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചേ പറ്റൂ. അപ്പോ ആ മായയിൽ അകപ്പെട്ടവൻ ആ മായയുടെ ഗതിവേഗത്താൽ അതറിയാതെ വിവശനാകുന്നു. അപ്പോൾ മായയിൽ അകപ്പെട്ടവന് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥം നമ്മളെ കളിപ്പിക്കുന്ന ശക്തിവിശേഷത്തെ മനസ്സിലാക്കാതെ അവനിങ്ങനെ കരക്കടിയാൻ പറ്റാത്ത തരത്തിൽ വിവശനാകുന്നു. അപ്പൊ അങ്ങനെയുള്ളവൻ കരക്കടിയൊന്നും കരക്കെത്താതെ എങ്ങനെ വിവശനായിട്ട് ജനന മരണവുമായിട്ട് അങ്ങനെ വട്ടം തിരിയും. അങ്ങനെ മായയിൽ അകപ്പെട്ട് കർമ്മം ചെയ്തത് കൊണ്ട് എന്ത് ഗുണം? അങ്ങനെയാവുന്ന ഒരു മായാലോകമാണിത്. അതിൽ കർമ്മം ചെയ്തിട്ട് വേറെ ഒന്നും കാര്യമില്ല എന്ന് പറയുകയാണ്. അതായത് ഈ ആറ്റത്തിൽ നിന്ന് ആദ്യമുണ്ടായ വസ്തുക്കൾക്ക് ഇനിയുള്ള സൃഷ്ടികർമ്മത്തിലൊന്നും താല്പര്യമില്ല. ഈ ഭൗതിക മായാലോകത്തിലെ കർമ്മങ്ങളിലൊന്നും അതിന് താല്പര്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വസ്തുവാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. 10,000-ഓളം. കെമിസ്ട്രി പഠിച്ചവർക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 17 ഇത്തവണ തത്വങ്ങളുടെ ആധാരമായ പ്രകാശതത്വവും പ്രകാശം ആദ്യം പ്രകാശിക്കുന്നത് ജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ്, ആ ബ്രഹ്മത്തിൽ നിന്നാണ്. അത് അന്തരാമിയായി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ചേതനാരൂപത്തിൽ ഇരിക്കുന്നതാണ് പുരുഷൻ. അത് ചേതന എന്ന രൂപത്തിൽ ആദ്യം ഇരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ആ പുരുഷൻ. ആ ദേഹാദികളുടെ അധിപനായ അവനെ അറിയാതെ മിഥ്യാകർമ്മങ്ങൾ കൊണ്ടെന്ത് പ്രയോജനം? ഒരു സൃഷ്ടി നടത്തുന്നവൻ ചുരുക്കത്തില് ആദ്യമായ പരമാത്മാവിന് ആ ബ്രഹ്മത്തെ കാണണം. ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സൃഷ്ടി നടത്തേണ്ടത്. അതില്ലാതെ കർമ്മം നടത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ഇവർക്ക് തോന്നുന്നു. ഈ 10,000 പേർക്ക് ആദ്യമുണ്ടായ വസ്തുക്കൾക്ക്, ആറ്റത്തിൽ നിന്നും ആദ്യമുണ്ടായ വസ്തുക്കൾക്ക്. അങ്ങനെ 18 പറയുന്നു, ഈശ്വര തത്വവും ചിജ്ജട തത്വവും ബന്ധമോക്ഷ തത്വവും പറഞ്ഞു തരുന്ന ശാസ്ത്രത്തെ അഭ്യസിക്കാതെ കൈവിട്ട് അജ്ഞതയായിരിക്കുന്നവൻ ബഹിർമുഖ കർമ്മങ്ങൾ കൊണ്ട് എന്ത് നേട്ടം? അപ്പം ഈശ്വരതത്വം അറിയണം. എന്താണ് ഈ പ്രപഞ്ചം, ഏതിൽ നിന്നുണ്ടായത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്, ആ ഈശ്വരൻ ഏതാണ്, നിർഗുണമായ ബ്രഹ്മം ഏതാണ്? ചിത്തും ജഡവും എല്ലാം കൂടി ചേർന്ന് ഈ ശരീര തത്വങ്ങൾ അറിയാതെ, ബന്ധമോക്ഷ തത്വം എന്താ അറിയാതെ, മനുഷ്യനായി ജനിക്കുമ്പോൾ അവൻ്റെ ഹൃദയങ്ങൾ മറ്റുള്ളതുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടും. കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ബന്ധനത്തിൽ അകപ്പെടും. അപ്പം മായാലോകത്തിൽ ജീവിക്കുമ്പോൾ, ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ബന്ധനത്തിൽ ആകപ്പെടുകയാണ്. കാണുന്നതും കേൾക്കുന്നതുമായുള്ള വസ്തുക്കളുമായിട്ട് ബന്ധത്തിൽ ഇഷ്ടം വരികയാണ്, ഇതിലേക്ക് അതോട് വെറുപ്പ് വരികയാണ്. അങ്ങനെയുള്ള ശാസ്ത്രം, ഇതെല്ലാം പറഞ്ഞു തരുന്ന ശാസ്ത്രം, അതാ വേദങ്ങള് അഭ്യസിക്കാതെ കൈവിട്ട് വെറുതെ വായിച്ച് മനസ്സിലാക്കിയാതെ പോരാ, അതിന് നല്ല പ്രാക്ടീസും വേണം. ഒരാൾ പഠിച്ചുകൊണ്ട് കാര്യമാവോ? ഇല്ല. ഒരാൾ എൻജിനീയറിംഗിൽ പഠിച്ചാൽ ഫാക്ടറിയിൽ പോയിട്ട് വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാക്ടറിയിൽ പോയി ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിക്കണം. കൈവിട്ട് അതെല്ലാം വിട്ടിട്ട് നേരെ പോയി അങ്ങ് സൃഷ്ടി നടത്താം. അതിലെല്ലാം അജ്ഞനായിരിക്കുന്നവൻ ബഹിർമുഖ കർമ്മങ്ങൾ കൊണ്ട് എന്ത് നേട്ടം? ഇതൊന്നും അറിയാതെ പോയിട്ട് സൃഷ്ടി നടത്തി കളയുക എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും താല്പര്യമില്ല, പഠിക്കാനും താല്പര്യമില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർക്ക് വേദമൊന്നും കണ്ടെടുത്ത് കളഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം പൊട്ടിച്ചറിഞ്ഞ് കളഞ്ഞിട്ട് വേണം. ഇതിൻ്റെ സയൻസ് ഒന്നും ആവശ്യമില്ല.
ഇനി 19 പറയുന്നത് ചുറ്റിത്തിരിയുന്നവരായ കാലചക്രം. അവിടെ നേരത്തെ ചുറ്റിത്തിരിയുന്ന വസ്തു എന്നെല്ലാം പറഞ്ഞിട്ട് അത് കാലമാകുന്ന ചക്രം. കാലചക്രം സൗരയൂഥ സിസ്റ്റത്തിലൂടെയാണ് കത്തി പോലെ മൂർച്ചയുള്ളതും വജ്രം പോലെ വജ്രം പോലെ വലിച്ചുലക്കുന്നതുമാണ് ഏത് കാലചക്രം. കാലചക്രം എന്ത് ചെയ്യും? കാലചക്രവുമായിട്ട് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്, ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടെ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിക്കേണ്ടത്. ആ സമയമനുസരിച്ച് എന്ത് വരും? അത് വജ്രം പോലെ മൂർച്ചയുള്ളതാണ്. ഒരാളെ സമയത്തുമ്പോൾ വലിച്ചു കീറും, മരണസമയത്തുമ്പോൾ ആ ശരീരത്തെ വലിച്ചു കീറും. ഇപ്പം കാലചക്രം എന്നത് മൂർച്ചയുള്ളതും വജ്രം പോലെ വലിച്ച് കാലമാണ്. ഓരോ കാലഘട്ടം കാലം ഈ ഗ്രഹങ്ങളുമായിട്ട് ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതോരോ സ്ഥലത്ത് വരുമ്പോഴാണ് ഓരോ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾ ജനിക്കുന്നത് പോലെ എപ്പം ജനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതും കാലചക്രമാണ്. ഇന്ന കാലത്ത് ഇന്ന കർമ്മം ചെയ്യാൻ തീരുമാനിക്കുന്നു, ഇന്ന കാലത്ത് ഇന്ന കർമ്മം ചെയ്യാനുണ്ട്, ആ കർമ്മം ഇന്നാളെ കൊണ്ട് ജനിപ്പിക്കണം, അയാൾക്ക് ഇന്ന സ്വഭാവം വേണം, ആ സ്വഭാവമുള്ള ആളെ അതിന് യോജിച്ച ജനിതഘടനയുള്ള പുരുഷനെയും സ്ത്രീകളെയെല്ലാം യോജിപ്പിച്ചിട്ട് ആ സമയത്ത് വേണം ജനിപ്പിക്കാൻ അതിന് യോജിച്ച കുട്ടികളെ. അപ്പം ഇത്രയും കാലചക്രത്തെ പറ്റിയെല്ലാം ജ്യോതിഷം എല്ലാം അടക്കം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് നടത്താൻ പറ്റുള്ളൂ? സൃഷ്ടി നടത്താൻ പറ്റുകയുള്ളൂ. അതിനെ അറിയാത്തവന് ഈ കർമ്മങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പം സൃഷ്ടി നടത്തേണ്ടെങ്കിൽ സൃഷ്ടിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന എപ്പം സൃഷ്ടിക്കണം, എന്ത് ജോലി ചെയ്യാൻ സൃഷ്ടിക്കണം, ഇതെല്ലാം കാലവുമായിട്ട് ആ പ്ലാനുമായിട്ട് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ആ തത്വങ്ങളൊന്നും അറിയാതെ സൃഷ്ടി നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി 20 ശാസ്ത്രമാകുന്ന പിതാവിൻ്റെ കർണം നിവൃത്തിപരമായ ഉപദേശം ഏതൊരാൾ നിവൃത്തി മാർഗത്തിൽ ചേർത്ത വിധം അറിയുന്നില്ലയോ അവൻ ത്രിഗുണാത്മകമായി ഇരുന്നുകൊണ്ട് എങ്ങനെ സ്വധർമ്മത്തെ നിർവഹിക്കും? ശാസ്ത്രമാകുന്ന പിതാവ്, അവ എല്ലാം ഉണ്ടായിരിക്കുന്നത് ശാസ്ത്രത്തിൽ നിന്നാണ്, സയൻസിൽ നിന്നാണ്, വേദങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അത് കർമ്മനിവൃത്തിപരമായ ഉപദേശം ഏതൊരാൾ നിവൃത്തി മാർഗത്തിന് ചാർത്തി അറിയുന്നില്ലയോ, അതായത് അങ്ങനെ നേടുന്ന ശാസ്ത്രം നിവൃത്തി മാർഗത്തിന് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടും ശീലിക്കാത്ത ഒരുത്തൻ ത്രിഗുണാത്മകമായിട്ടാണ് കർമ്മം ചെയ്യേണ്ടത്, എങ്ങനെ സ്വധർമ്മം നിർവഹിക്കുമെന്ന്. ഒരാൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, വേദങ്ങളെ ജ്ഞാനങ്ങളെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, ശാസ്ത്രം പഠിച്ചത് കൊണ്ട് കാര്യമായില്ല, അത് പ്രയോഗിക്കാൻ പഠിക്കണം. ചായ ഉണ്ടാക്കാൻ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കണം, വെള്ളം തിളപ്പിക്കണം, പാത്രത്തിൽ തിളക്കുമ്പോൾ നമുക്ക് പൊടിയിടണം, പിന്നെ മറ്റേ പാല് ഇതെല്ലാം കൂട്ടണം. എന്നിട്ട് ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ വെള്ളം തിളപ്പിക്കണം എന്നേ പറഞ്ഞുള്ളൂ. വെള്ളം എങ്ങനെയാണ് തിളപ്പിക്കുക? ഏതിൽ വെച്ചാണ് തിളപ്പിക്കുക? പാത്രം. പിന്നെ ഒരു പാത്രം കണ്ടെത്തി, അത് പ്രാക്ടിക്കലാണ്. അതിന് യോജിച്ച പാത്രം കണ്ടെത്തി. ഇനി എന്തെങ്ങനെയാണ് അത് ചൂടാക്കേണ്ടത്? അപ്പം വിറക് അടിയിൽ വെച്ച്, അപ്പം വിറക് എവിടെ വെക്കും? ഈ പാത്രം എവിടെ വെക്കും? അപ്പം അതിനൊരു അടുപ്പ് വേണം. അതിന് 3 കല്ലെല്ലാം കൂട്ടിയിട്ട് ഒരു ചായ ഉണ്ടാക്കണ്ടെങ്കിൽ പറയുന്നത് എത്ര ഉണ്ടാവും? വെള്ളം തിളക്കുമ്പോൾ ചായപ്പൊടി ഉണ്ടാവും. പക്ഷെ വെള്ളം തിളപ്പിക്കാൻ പാത്രം വേണം. പാത്രം പൊട്ട് അറിയായിരിക്കും. ഈ പാത്രം എവിടെ വെച്ച് എങ്ങനെ ചൂടാക്കും എന്ന് പറഞ്ഞാൽ അതിന് കല്ല് വെച്ചിട്ട് അടിയിൽ വിറക് വെച്ചിട്ടാണ് ചൂടാക്കുക, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഉണ്ടാക്കുക. അപ്പം ഇതിനെപ്പറ്റിയുള്ള ജ്ഞാനം വേണം. ഇതൊന്നും ആദ്യ ശ്രദ്ധയിൽ ഉണ്ടാവില്ല. പഠിച്ചു വരുമ്പോൾ ആ ചായ ഉണ്ടായിക്കളെ വെള്ളം തിളപ്പിക്കും. ഇവിടെ എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ. വെള്ളം തിളപ്പിക്കാൻ വിറകുണ്ടോ? ഇങ്ങനെയെല്ലാം ഉള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ ചായപ്പൊടി ചേർക്കണം, ചായപ്പൊടി എത്ര ചേർക്കണം എന്നതിന് പെട്ടെന്ന് ഐഡിയ വരില്ല. ചായപ്പൊടി തന്നെ പലതരത്തിൽ ചായപ്പൊടി ഉണ്ടാവും. ചിലത് ഇല രൂപത്തിലായിരിക്കും, ചിലപ്പോൾ പൊടി രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ മുക്കിയെടുക്കുന്നുണ്ടല്ലോ ചായപ്പൊടി, പാക്കറ്റിലാക്കി തരും. ട്രെയിനിലെല്ലാം പോകുമ്പോൾ കാണാം ഇങ്ങനെ മുക്കിയെടുക്കും. അപ്പോൾ ചായപ്പൊടി ഇടണമെന്ന് പറഞ്ഞാൽ ഇത് പാക്കറ്റിലാണ്. അപ്പോൾ ഇതെന്താണ് പെട്ടത്, എപ്പോഴാണ് ഇടേണ്ടത് ഒരു പിടി ഉണ്ടാവില്ല.
പ്രാക്ടിക്കലായിട്ടുള്ള വിവരം വേണം. ഇതൊന്നും ഇവനില്ലാത്തത് കൊണ്ട് ത്രിഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യേണ്ടത്. ത്രിഗുണം എന്താണെന്ന് അവനറിയില്ല. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതൊന്നും അറിയാതെ ഇരുന്നു കൊണ്ട് എങ്ങനെ സ്വധർമ്മം നിർവഹിക്കും? ഇതൊന്നും അറിയാതെ ഞാനെങ്ങനെയാണ് സ്വധർമ്മം നിർവഹിക്കുക? അങ്ങനെ 21 ഇതെല്ലാം പറഞ്ഞു കേട്ട ഹരിയാശന്മാർ ഏകമനസ്കരായി. അവരെല്ലാം ഒരേ ചിന്താഗതിയുള്ളവരാണ്. ആര്? ഈ ഹരിയാശന്മാർ. അപ്പൊ ആദ്യം ഉണ്ടായ സാധനത്തിന് ഒരേ ചിന്താഗതിയാണ്. പിന്നെന്താണ്? പരമഹംസ പദത്തിൽ ചിന്തിക്കുന്നവരാണ്. അതായത് വിരക്തി വന്നവരാണ്. ഏകമനസ്സിലായി ദേവർഷിയെ പ്രദക്ഷിണം വെച്ച ശേഷം ആ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് തിരിച്ചു വരാതെ മാർഗത്തിലേക്ക് പോയി. തിരിച്ചു വരാതെ ഒരൊറ്റ പോക്കാണ്. എന്നെക്കൊണ്ട് സൃഷ്ടി നടത്താൻ പറ്റില്ല, ഒരു ചുക്കും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന്മാർ വിട്ടെറിഞ്ഞു പോയി. അപ്പൊ ആരായിരിക്കും ആദ്യം ഉണ്ടാവുക? ആറ്റങ്ങള്. ഞാൻ പറഞ്ഞു ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നടുവിൽ പ്രോട്ടോണും നടുവിൽ ന്യൂക്ലിയസും ഇലക്ട്രോൺ ചുറ്റുന്നുണ്ട്. അതിന് ഏറ്റവും പുറത്തെ ഇലക്ട്രോണാണ് അതാണ് ഓർബിറ്റിനാണ് ദക്ഷൻ എന്ന് പറയുന്നത്. ആ ദക്ഷനിലെ ഇലക്ട്രോണാണ് മറ്റുള്ളവയായിട്ട് കൂടിച്ചേരുന്നത്. എന്തിനുകൊണ്ട് കൂടിച്ചേരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും പുറത്തെ ഓർബിറ്റില് ഒരു തത്വമുണ്ട്, ഒക്ടറ്റ് റൂൾ. അത് 8 ഇലക്ട്രോൺ വേണം. ആറ്റത്തിന്റെ ടെൻഡൻസി 8 ഇലക്ട്രോൺ ആവുകയാണ്. അങ്ങനെ 8 ഇലക്ട്രോൺ ആണെങ്കിൽ പിന്നെ അത് ഒന്നുമായിട്ട് കൂടിച്ചേരാൻ പോകുന്നില്ല. അതിനാണ് കെമിസ്ട്രിയിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെഡോൺ, റെഡോൺ എന്നെല്ലാം പറഞ്ഞിട്ട് 8 ആയിട്ടുള്ള ഇലക്ട്രോണുകളുണ്ട്. 8 ഏറ്റവും പുറത്ത് 8 ഉണ്ടെങ്കിൽ അത് ഒന്നിനോടും കൂടിച്ചേരണ്ട. അത് പൂർണ്ണ സാറ്റിസ്ഫൈഡ് ആണ്. അതൊന്നുമായിട്ടും ചേരില്ല. അതിന് ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്ന ഒരു കർമ്മവുമായിട്ട് അതിന് ബന്ധമില്ല. ആശാന്മാരെ വഴിക്ക് പീരിയോഡിക് ടേബിൾ അങ്ങനെ ചുമ്മാ കിടക്കും ഇനേർട്ട് ഗ്യാസ് ആയിട്ട്. മറ്റുള്ളവരെല്ലാം കൂടി ചേർന്ന് 30 കോടി വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ ഈ ഹരീശ്വരന്മാർ കുറച്ച് പേരാണ്. ആ റേഷ്യോയിൽ വരുമ്പോൾ ഒരു 10,000 എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹീലിയം, നിയോൺ, റെഡോൺ, സെപ്റ്റോൺ എന്നെല്ലാം പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ആദ്യം അതുണ്ടായത്? ആദ്യം ആറ്റം ഉണ്ടാകുമ്പോൾ അതിന് ഇലക്ട്രോൺ കിട്ടുന്നു. ആദ്യം സൃഷ്ടി നടത്തുമ്പോൾ ഇഷ്ടംമാതിരി സാധനമുണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഇങ്ങനെ ഉണ്ടായിട്ട് കറങ്ങി നടക്കുകയാണ് അന്തരീക്ഷത്തിൽ. ആദ്യം ഇലക്ട്രോണും പ്രോട്ടോണുമായി ഉണ്ടായത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആറ്റമാകുമ്പോൾ. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ആറ്റങ്ങൾ എന്തായിരിക്കും? പുറത്ത് 8 ഉണ്ടാവും. അതെല്ലാം 8 ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്ന ഈ 8 ഉണ്ടായ വസ്തുവിനെ എന്ത് പറയാം? ഹരിയാശന്മാർ എന്ന് പറയാം. ഇനേർട്ട് ഗ്യാസുകളായിട്ട് പറയാം. അവർക്കിതിലൊന്നും ഇവിടുത്തെ ഭൗതിക കാര്യത്തിലൊന്നും താല്പര്യമില്ല. ഒന്നുമായിട്ട് കൂടാൻ താല്പര്യമില്ല. ശുദ്ധമായ പരമഹംസ സ്വഭാവം. അവരുടെ സ്വഭാവമെല്ലാം ഒരുപോലെയാണ്. ഒന്നിനോടും താല്പര്യമില്ല. വിരക്തി. അവന്മാർ പീരിയോഡിക് ടേബിൾ ഹീലിയം, നിയോൺ എലമെന്റ് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഈ ഹരിയാശന്മാർ. കാരണം അതാണ് ആദ്യം ഉണ്ടാകുക. കാരണം ആറ്റങ്ങൾക്ക് എപ്പോഴും 8 ഉണ്ടാക്കണം. ഈ 8 ഇല്ലാത്തവനാണ് മറ്റുള്ളവരെയായിട്ട് കൂടിച്ചേർന്നിട്ട് ഈ ഗുസ്തി പിടിച്ചിട്ടെല്ലാം നടക്കുന്നത്. 8 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സംതൃപ്തനാണ്. അപ്പൊ ആദ്യം ഉണ്ടാകുന്നതിന് ഇലക്ട്രോൺ, ധാരാളം എല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ പ്രപഞ്ചത്തിൽ, ഇലക്ട്രോണും പ്രോട്ടോണും ആയിട്ട്. അവ കൂടി ചേർന്ന് ആറ്റമാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് 8 ഉള്ളത് തന്നെയാണ്. അപ്പൊ അവന്മാർ ഏതാണെന്ന് മനസ്സിലായി. ഇനിയുള്ളതിനൊന്നും ഒന്നില്ല. ഏറ്റവും പുറത്ത് 8 ഇല്ല. അവ കൂടിച്ചേർന്നിട്ടുണ്ട്. വേറെ വല്ലതുമായിട്ട് കൂടിച്ചേർന്നിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടായി പറ്റും. അങ്ങനെ 22 നാരദമുനി നാദബ്രഹ്മത്താൽ ശ്രീഹരിയെ സാക്ഷാത്കരിച്ചുകൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പൊ ഈ ഇങ്ങനെ ഇനേർട്ട് ഗ്യാസുകൾ ഉണ്ടാക്കിയതും ശ്രീഹരി തന്നെയാണ്. അതിന് നാരദൻ പ്രേരകമായി നിങ്ങൾ ഈ കർമ്മം ഒന്നും ചെയ്യാൻ പോട്ടെ, നിങ്ങളെങ്ങനെ നടന്നാൽ മതി. അങ്ങനെ നടന്നു പോകുന്നു. അമ്മമാർ നടന്നു പോകുന്നു. അതൊന്നും സയൻസിന്റെ തത്വപ്രകാരം തന്നെയാണ് ഹീലിയം ഉണ്ടായിരിക്കുന്നത്. നാട്ടിൽ ഹീലിയം, നിയോൺ, ഇനേർട്ട് ഗ്യാസുകളുണ്ട്. കെമിസ്ട്രി പഠിക്കുന്നവർക്ക് അറിയാം. അപ്പൊ 23 സ്വഭാവ ഗുണമുള്ള പുത്രന്മാർ നല്ല സ്വഭാവമാണ്. അവർക്ക് ആരോഗ്യം. മറ്റുള്ളവരെല്ലാം തലതിരിച്ചവരാണ്. ഈ 8 ഇല്ലാത്തവർ ആർത്തി പിടിച്ച് നടക്കുന്നവരാണ്.
ആറ്റത്തിന്റെ പുറത്തിൽ ഏറ്റവും പുറത്ത് ഓർബിറ്റിൽ, ദക്ഷിണ ഓർബിറ്റിൽ എട്ടില്ല എങ്കിൽ, ഒന്നിന്റെ കുറവുണ്ടെങ്കിൽ വേറെ ആറ്റത്തിന്റെ അടുത്ത് പോയി കുസ്തി പിടിച്ച് ആ ഒന്നിനെ എടുത്ത് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടിടും, എന്നിട്ട് എട്ടാക്കും. അപ്പൊ അവന്മാരിൽ ആർത്തി പിടിച്ചവരാണ്. ആർത്തിയൊന്നും ഇല്ലാതെ ശുദ്ധമായ ആറ്റം ഹീലിയം നിയോണാണ്. അവർ പരമഹംസരാണ്. അപ്പൊ സ്വഭാവ ഗുണമുള്ള പുത്രന്മാർക്ക് നാരദൻ മുഖേന സംഭവിച്ച തകർച്ച കണ്ട്, അപ്പം ദക്ഷിണ സംബന്ധിച്ചിടത്തോളം തകർച്ചയാണ്. ദക്ഷിണ ഈ ഓർബിറ്റ് എന്ത് വേണം? പ്രപഞ്ചം സൃഷ്ടിക്കണം. ദുഃഖിച്ചുകൊണ്ട് അനുഗമിച്ചു, സഹിച്ച് പോട്ടെ, മറുവായെങ്കിൽ പോട്ടെ. 24 ബ്രഹ്മാവിനാൽ സമാധാനിപ്പിക്കപ്പെട്ട ദക്ഷ. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞേ ദക്ഷ നീ ഭയക്കുന്നു, നീ വിഷമിക്കൊന്നും വേണ്ട. കാരണം ബ്രഹ്മാവിന് അറിയാലോ സൃഷ്ടിയിൽ എന്തെല്ലാം ആദ്യം ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് ബ്രഹ്മാവിന് ആകോട്ടെ, അമ്മാരെ ശ്രദ്ധിക്കൊന്നും വേണ്ട, അമ്മാർക്ക് താല്പര്യമില്ല, പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ദക്ഷം വിചാരിച്ച് കുഴപ്പമില്ല, കാരണം അവർ വലിയ കുഴപ്പമില്ലാതെയാണ്. അങ്ങനെ ആയിപ്പോയി. പിന്നെ പഞ്ചജനപുത്രിയിൽ പിന്നെയും 1000-ഓളം പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. പിന്നെയും അത് 10,000-ഓളം പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ പിന്നെയുണ്ടായ ആറ്റങ്ങൾ എങ്ങനെയായിരിക്കും? അവർക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അവര് പലതുമായിട്ട് കൂടിച്ചേർന്നിട്ട്, ഹൈഡ്രജൻ ആറ്റമാണെങ്കിലും ഒന്നേ ഉള്ളൂ, അതിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല, വേറൊന്നുമായിട്ട് കൂടിയിട്ട് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ തരത്തിലുള്ള തന്മാത്രകളാണ് പിന്നെ ഉണ്ടാവുക. ആറ്റങ്ങളായിട്ടല്ല, തന്മാത്രകളായിട്ട്. അതാണ് രണ്ടാമത്തെ മക്കൾ. 25 പിതാവിനാൽ നിർദ്ദേശിക്കപ്രകാരം അവരും വ്രതം എടുത്തുകൊണ്ട് ജ്യേഷ്ഠന്മാർ പോയ വഴിക്ക് തന്നെ ആ നാരായണ സദസ്സിലേക്ക് അവരും പോയി. അവിടെ പോയിരുന്നു തപസ്സേന. അവിടെ കുളിച്ച് മനോമാലിന്യം നീക്കിയ ശേഷം പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് തപസ്സാരംഭിച്ചു. പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട്, പ്രണവമന്ത്രം ജപിക്കുക എന്നുള്ള സൃഷ്ടിക്രമം, പ്രണവ ഓംകാരത്തിലൂടെ എല്ലാം ചേർന്നുകൊണ്ട് ഒരു ഫോഴ്സ്, ഇങ്ങനെയുണ്ടാകുന്ന ഇലക്ട്രോണുകളെയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് പുതിയ വസ്തുക്കളായി മാറുക. അപ്പോൾ ഹൈഡ്രജൻ തമ്മിൽ കൂടിച്ചേരും, ഓക്സിജൻ തമ്മിൽ കൂടിച്ചേർന്ന് ഓക്സിജൻ തന്മാത്രകളാകും. ഇങ്ങനെയുള്ള വസ്തുക്കളാണ് ഉണ്ടായത്. അപ്പം 27 ഏതാനും മാസം ജലപാനം മാത്രം ചെയ്തും പിന്നെ വായു മാത്രം ഭക്ഷിച്ചും ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ശ്രീഹരിയെ ആദരിച്ചു. ജലം പാനം ചെയ്തും ജലം കുടിച്ചു. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന വസ്തുക്കളെ ജലം പാനം ചെയ്തും വായു പാനം ചെയ്തും. ആദ്യമുണ്ടായ വസ്തു ജലമാണെന്ന് വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജലം പാനം ചെയ്തു ഈ ആറ്റങ്ങൾ, അതായത് ജലമായി മാറി, വാതകങ്ങളായി മാറി, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളായി മാറി. എന്നിട്ട് ശ്രീഹരിയെ ആരാധിച്ചു. ആ വിഷ്ണുവ് തീരുമാനിക്കുന്ന പോലെ ഈ നാട്ടിൽ ആവശ്യമുള്ള ഹൈഡ്രജനും ഓക്സിജനും ജലമടക്കമുള്ള വസ്തുക്കൾ ധാരാളമായി ഉണ്ടായി. 28 കാരണജലം വാസസ്ഥാനമായും പരമാത്മാവുമായ ആ മഹാഹംസസ്വരൂപന് നമസ്കാരം. ആ പരമാത്മാവിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടേതായ രൂപത്തിൽ അവരുണ്ടായി. 29 പറയുകയാണ്, ഹേ മഹാരാജാവേ, ഈ വിധം മന്ത്രം ഉരുക്കഴിച്ച് കഴിയുന്നവരുടെ മുമ്പിൽ പിന്നെയും നാരദൻ പ്രത്യക്ഷനായി. അപ്പം ജലമായി മാറി ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ വാതകങ്ങൾ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വാതകങ്ങളായിട്ട് ഈ ആറ്റങ്ങൾ വാതകങ്ങളെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വാതകങ്ങളായിട്ട് മാറി. അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടായതിൻ്റെ ശേഷമാണ് നാരദൻ വന്നിട്ട് പ്രത്യക്ഷനായി മുൻപ് പ്രകാരമായി പറഞ്ഞ ഗൂഢോക്തികൾ പറഞ്ഞു കൊടുത്തു. പണ്ടത്തെ തത്വം ബ്രഹ്മന്മാരോട് പറഞ്ഞു. അപ്പോൾ ആരാണ് ഹൈഡ്രജൻ തന്മാത്ര, ഓക്സിജൻ തന്മാത്ര, ജലതന്മാത്ര, ഇങ്ങനെയുള്ള കൂടിച്ചേർന്നിട്ടുള്ള ആദ്യമുണ്ടാകുന്ന വസ്തുക്കൾ. അവര് നാരദൻ പറയുകയാണ്, അലയോ ദക്ഷപുത്രന്മാരെ, വേണ്ടുവോളം പറഞ്ഞു തരുന്ന എൻ്റെ ഉപദേശത്തെ കേട്ടു ധരിക്കും. ഞാൻ പറയുന്ന ഉപദേശം കേട്ടോളൂ. സഹോദര സ്നേഹമുള്ളവർ അവരുടെ പിതാവ് അവരുടെ പാത പിന്തുടരും.
സഹോദരന്മാരോട് സ്നേഹമുള്ളവരെന്താ ചെയ്യുക? അവരെ വഴിക്ക് തന്നെ പോകുക എന്നാണ്. നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും. ഹൈഡ്രജനോടും ഓക്സിജനോടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും, നിങ്ങൾക്കൊന്നും ഇത് പറഞ്ഞ പണിയല്ല, നിങ്ങൾ പോകും. ആരോട് ഭ്രാതാക്കന്മാരുടെ നല്ല മാർഗത്തെ സ്വീകരിക്കുന്നു അവർ ഭാരത സ്നേഹികളായി മരുത്തുക്കളുടെ കൂടെ വസിക്കുന്നു. അതായത് മരുത്തുക്കളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള മരുത്തുക്കളുണ്ടല്ലോ, ആ മരുത്തുക്കൾക്ക് സമാനമായിട്ട് സ്വതന്ത്രമായിട്ട് അവർ നിൽക്കുന്നു. ആകാശത്ത് മുകളിലെ മരുത്തുക്കൾ കിടക്കുന്നത് പോലെ നിങ്ങൾ നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജനിൽ എന്താണ് ഉള്ളത്? ആകാശത്തിൽ മരുത്തുക്കളെ കിടക്കുകയാണ് വാതകങ്ങളായിട്ട്. ജലവുമായിട്ടുണ്ട്, വാതകവുമായിട്ടുണ്ട്. ജലം ഭൂമിയിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട് മേഘമായിട്ട്. അപ്പൊ ഇവരെല്ലാം ആകാശത്തിലും അവിടെ ഇവിടെയെല്ലായിട്ട് പ്രധാനമായും വാതകങ്ങളായിട്ടും മറ്റുമാണ് കിടക്കുന്നത്. ഇനി 32 ഇപ്രകാരം അരുളി ചെയ്ത നാരദ മുനി യാത്ര. അവരോടും അത് പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയേണ്ടിയിരുന്നില്ല. എന്തുകൊണ്ടാ കൂടുതൽ പറയാതെന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ ഹംസന്മാരെ മാതിരിയൊന്നുമല്ല. ഇവർ വസ്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. പ്രപഞ്ചം ഉണ്ടാക്കേണ്ട കുറെ വസ്തുക്കൾ തന്നെയാണ് ഇവർ. ഹൈഡ്രജൻ ഓക്സിജൻ എന്നല്ലാണ്. പക്ഷെ അവർക്ക് സൃഷ്ടി നടത്താൻ താല്പര്യമില്ല. ഈ പ്രപഞ്ചം ഭൗതിക മനുഷ്യനും പക്ഷിമൃഗാദികളാകാനൊന്നുള്ള താല്പര്യമില്ല. അവരാകാശത്തിൽ മരുത്തുക്കളെ പോലെ അവിടെ ഇവിടെയെല്ലാം അങ്ങനെ കിടക്കുകയാണ്. ഹൈഡ്രജൻ ഓക്സിജൻ അല്ല. അവരും അവരുടെ സഹോദരന്മാരുടെ മാർഗത്തെ അനുഭവിച്ച് അവരും സൃഷ്ടി നടത്താനൊന്നും തയ്യാറായില്ല. ആ സർവേശ്വരന്റെ വിരക്തി സഹിതമായ ഭക്തിമാർഗത്തിൽ എത്തിച്ചേർന്ന അവർ കഴിഞ്ഞ രാവുകളെ പോലെ പിന്നെ തിരിച്ചു വന്നില്ല. അവരെല്ലാം തിരിച്ചു വരാതെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ യാഗശാലയിൽ യജ്ഞത്തിന് വേണ്ടി ആ തരത്തിൽ അത് വന്നില്ല. അപ്പൊ ഈ വസ്തുക്കൾ ഏതായിരിക്കും? ഹൈഡ്രജൻ ഓക്സിജൻ മാറി പറയുന്ന വസ്തുക്കളെ കെമിസ്ട്രിയിലെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിൽ വസ്തുക്കളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇൻഓർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും. ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ പെടുന്നതാണ് ഈ ഹൈഡ്രജനും ഓക്സിജനും ജലം അതിനുള്ള വസ്തുക്കൾ. അവളൊന്നും സൃഷ്ടിക്ക് സഹായം ചെയ്യുന്നു എന്നല്ലാതെ സൃഷ്ടി നടത്താൻ യോഗ്യരല്ല. സൃഷ്ടി നടക്കാൻ യോഗ്യരായുള്ളത് ഓർഗാനിക് വസ്തുക്കളാണ്. അതിൽ കാർബൺ മുതലായ ചെയിനുകളുണ്ട്. അതാണ് ഭൗതികമായ ഈ നമ്മുടെ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിക്ക് പിന്നിലുള്ളത്. കാർബൺ ചെയിൻ ഓർഗാനിക് വസ്തുക്കളാണ്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ വസ്തുക്കളുമായിട്ട് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചെടികളിലും മനുഷ്യരിലും ജീവജാലങ്ങളെല്ലാം ഓർഗാനിക് വസ്തുക്കളായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലാണ് കാർബൺ സംയുക്തങ്ങളാണ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അതാണ് ഓർഗാനിക് വസ്തുക്കൾ. അങ്ങനെ കാർബൺ ഇങ്ങനെ ചെയിനായിട്ട് പിടിപ്പിച്ചിട്ട് കൊണ്ടുപോകാം. അതിലൂടെയാണ് മനുഷ്യന്റെ മുതലായ തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഹൈഡ്രജനോ ഹീലിയത്തിനോ അങ്ങനെയുള്ള ഇൻഓർഗാനിക് കെമിസ്ട്രിയിലുള്ളത് ഭൗതിക ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി ജൈവ വസ്തുക്കളുടെയെല്ലാം സൃഷ്ടിക്ക് സഹായകരമല്ല. പക്ഷെ അവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഹീലിയത്തെയും പലതിനും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൂടാന്നല്ല, പക്ഷെ അവർക്കൊന്നും ഈ സൃഷ്ടി നടത്തുന്നതിന് താല്പര്യമില്ല. വേണമെങ്കിൽ വല്ല സഹായം ചെയ്തു കൊടുക്കും, അതിന്റെ കൂട്ടത്തിൽ കയറി നിൽക്കുകയല്ലാതെ അവരങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെയുണ്ടായ വസ്തുക്കൾ ഇനോർഗാനിക് വസ്തുക്കളാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്കും സൃഷ്ടി നടത്താൻ പറ്റാതെ പോലെ അവരെ പാട്ടിന് പോയി. അവര് സൃഷ്ടി നടത്തുന്നത് ഓർഗാനിക് വസ്തുക്കളാണ്. അതിൽ കാർബണാണ് പലതുമായിട്ട് കൂടി ചേർന്നിട്ട് ജനിതക വസ്തുക്കളായിട്ട് മാറുന്നത്. 34 ഈ അവസരത്തിൽ വളരെ അശുഭ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ദക്ഷൻ അപ്പൊ യുവന്മാരും സൃഷ്ടിയൊന്നും നടത്താൻ പോകുന്നില്ല. മനുഷ്യരെയോ ചെടികളെയോ ഒന്നും യുവന്മാരും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് അശുഭ ലക്ഷണങ്ങൾ കണ്ടു. ദക്ഷൻ മൂത്തവന്മാരെ പോലെ നാരദനാൽ സംഭവിച്ച ഈ മക്കൾക്ക് സംഭവിച്ച പുത്രനാശത്തെ കേട്ടറിഞ്ഞു. ഈ പുത്രന്മാരെ കൊണ്ട് സൃഷ്ടി നടത്താനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ്
എന്ത് ചെയ്തു? നാരദന് വലിയ ദേഷ്യം ഉണ്ടായി. 35 പുത്രന്മാർ വിട്ടുപോയ മനപ്രയാസത്തിൽ കഴിയുന്ന അദ്ദേഹം ശ്രീനാരദനെ നേരെ കോപിച്ചു വശായി. അദ്ദേഹത്തിന് ശ്രീനാരദനെ കൈമ കിട്ടിയാൽ ശരിയാക്കണം എന്നുള്ള നിലയിൽ എത്തിച്ചേർന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നാരദനില്ലാത്ത സ്ഥലമില്ല. എല്ലാവരുടെ തലമുണ്ടയിൽ നാരദ വന്നിട്ട് ഓരോന്ന് പ്രേരിപ്പിക്കുന്ന അത് തന്നെയല്ലേ. ഈ ദക്ഷന്റെ തലയിലും വന്നിട്ട് പ്രേരിപ്പിക്കുന്ന ആര് തന്നെയാണ്? ശപിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആര് തന്നെയാണ്? ഈ നാരദൻ തന്നെയാണ്. അപ്പം നാരദൻ അടുത്ത് തന്നെയുണ്ട്. ആ ദേവർഷിയെ അടുത്ത് കിട്ടിയപ്പോൾ കോപത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ആ ദേവർഷി അടുത്ത് തന്നെയുണ്ട്. കാരണം ഈ ദക്ഷനെ കൊണ്ട് ശപിപ്പിക്കുന്നതും ശാപം ഏൽപ്പിക്കുന്നതും ഈ നാരദൻ തന്നെയാണ്. അവനെ ശപിച്ചു വിടാനെന്നും പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കയറി കുത്തുന്നതും ഈ നാരദൻ തന്നെയാണ്. നാരദനെ വേറെ ദൂരെ അന്വേഷിക്കുന്നുമുണ്ട്. അപ്പോൾ മുമ്പിൽ തന്നെ കിടക്കുന്ന ആശാൻ. ഇപ്പം 36 പറയുകയാണ് ദക്ഷൻ, ഹേ ദുരാത്മാവേ, നീ വലിയ ദുരാത്മാവാണ്. സന്യാസവേഷം ധരിച്ച് തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. നീ ഒരു സന്യാസിന്റെ വഴിയെല്ലാം നടക്കുന്നുണ്ട്. കാരണം ഇവരും ഈ ഭൗതിക കാര്യത്തിലൊന്നും താല്പര്യമൊന്നുമില്ല. പെണ്ണ് കെട്ടാനോ അത്തരം കാര്യങ്ങളൊന്നും അതിന് താല്പര്യമില്ല. നേരെ എപ്പോഴും ശ്രീഹരിയുടെ നാരായണം പറഞ്ഞ് നടക്കുന്ന കക്ഷിയാണ്. കാരണം അതിന് ആരുമായിട്ട് താല്പര്യമൊന്നുമില്ല. പക്ഷെ ആകെയുള്ള പരിപാടി എല്ലായിടത്തും പോയി കുത്തിത്തിരിക്കുകയാണ്. സന്യാസി വേഷം ധരിച്ച് തെറ്റായ കാര്യമാണ് ചെയ്തത്. സ്വധർമ്മത്തിൽ നേരായ വഴിയിൽ നടന്ന മക്കൾക്ക് സന്യാസ വേഷം നീ കാണിക്കൊടുത്തു. നല്ല ധർമ്മത്തിന് വേണ്ടി ഞാൻ മക്കളെ വിട്ടപ്പോൾ നീ അമ്മമാരെ എല്ലാം സന്യാസി വരെയാക്കി വിടുകയാണ്, ഒന്നിലും താല്പര്യമില്ലാതെ. എൻ്റെ 37 പറയുന്നു, എടോ പാപി, നീ 3 വിധ ഋണങ്ങളാൽ മോചിതരായിട്ടില്ല. നീ 3 വിധ ഋണങ്ങളായിട്ട് മോചിതനായിട്ടില്ല. കാരണം ഇവനും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയിട്ടൊന്നുമില്ല. ഈ നാരദന് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയിരുന്നെങ്കിൽ ധർമാർത്ഥ കാമങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവന് മോക്ഷം കിട്ടിയിരുന്നെങ്കിൽ പറയാം. ഇവന് മോക്ഷമൊന്നും കിട്ടിയില്ല. ഇവനെ വെളിയിൽ പോയിട്ട് കുത്തിത്തിരിപ്പിടാക്കലാണ് പരിപാടി. അതുകൊണ്ട് 3 വിധ ഋണങ്ങളാൽ മോചിക്കപ്പെട്ടിട്ടില്ലാത്തവരും കർമ്മമാർഗത്തെ പരിചിന്തനം ചെയ്തിട്ടില്ലാത്തവരും കർമ്മമാർഗത്തെ പരിചിന്തനം ചെയ്തിട്ടില്ലാതെ കർമ്മമാർഗം സന്യാസത്തിലേക്ക് പോകുമ്പോൾ പിന്നെ കർമ്മമാർഗമൊന്നുമില്ല, എല്ലാം ഉപേക്ഷിച്ചവനാണല്ലോ. മറ്റുള്ള കാര്യമല്ലേ ഇവൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനുമായ ഇവൻ ഇഹലോക പരലോക ശ്രേയസ്സിന് വിഘ്നം ഉണ്ടാക്കി. എൻ്റെ മകന് മക്കൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും നല്ല ശ്രേയസ് ഉണ്ടാക്കാനുള്ള, സൃഷ്ടിക്രമത്തിൽ പങ്കെടുത്തിട്ട് ശ്രേയസ് ഉണ്ടാക്കാനുള്ള കഴിവെല്ലാം നീ ഇല്ലാതാക്കി. എൻ്റെ 38 പറയുകയാണ്, ഈ വിധം എൻ്റെ കിടാങ്ങളുടെ മക്കളുടെ ഇത്തരത്തില് എൻ്റെ മക്കളുടെ ബുദ്ധിക്ക് മാറ്റം വരുത്തിയ നിഷ്കരുണനായ നീ എൻ്റെ മക്കളുടെ ബുദ്ധിയെല്ലാം തലതിരിച്ചു വിട്ടു. ശ്രീഹരിയുടെ കീർത്തി നശിപ്പിച്ചവനാണ് നീ. ശ്രീഹരിയുടെ കീർത്തി നശിപ്പിച്ചവൻ. കാരണം ശ്രീഹരി പറഞ്ഞിട്ടാണ് ഞാൻ ഈ മക്കളിലൂടെ സൃഷ്ടി നടത്താൻ ശ്രമിക്കുന്നത്. അപ്പം അതിനാണ് നീ പാര വെക്കുന്നത്. ശ്രീഹരി തന്നെയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ മക്കളിലൂടെ ഈ പ്രപഞ്ചത്തെ വയ്ക്കും. അപ്പം 2 പ്രാവശ്യം മക്കൾ ഉണ്ടാക്കിയാൽ അതിനെ എതിരായിട്ട് നിൽക്കുമ്പോൾ ആർക്കെതിരായിട്ടാണ് നിൽക്കുന്നത്? ശ്രീഹരിയുടെ കീർത്തിക്ക് തന്നെയാണ് നാശം ചെയ്യുന്നത്. ലജ്ജാശൂന്യനുമായ അദ്ദേഹത്തിൻ്റെ പാർശ്വതന്മാരുടെ കൂട്ടത്തിൽ നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ആളാണെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുകയാണ്. എപ്പോഴും നാരായണ എന്ന് വിളിച്ച് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത്? ദക്ഷന്റെ പുത്രന്മാരുടെ പ്രപഞ്ചം നിറയട്ടെ, ജീവജാലങ്ങളെല്ലാം ഉണ്ടാകട്ടെ. പക്ഷെ അതിന് ഭാരം വെച്ചാണ് നീ ഇപ്പം നടക്കുന്നത്. ഇത് 39. ശത്രുക്കളില്ലാത്തവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് നീ. എല്ലായിടത്തും പാര വെച്ചിട്ട് അവന്മാരിൽ വിദ്വേഷം ഉണ്ടാക്കിയിട്ട് ശത്രുക്കൾ ഉണ്ടാക്കും. ഇപ്പം മക്കളെ പറഞ്ഞു വിട്ടിട്ട് ആരാ ശത്രുവായ? ദക്ഷൻ ശത്രുവായി മാറി.
സ്നേഹഭാവം നശിപ്പിക്കുന്നവനാണ് നീ. മനുഷ്യരിലടക്കം സ്നേഹം ഉണ്ടെങ്കിൽ നീ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് നീയാണ്. നീ ഒഴിച്ച് മറ്റുള്ള ഭഗവാനെ പിന്തുടരുന്ന പാർശ്വതന്മാർക്കൊന്നും ഈ സ്വഭാവമില്ല. ഇങ്ങനെ വിദ്വേഷം ഉണ്ടാക്കി നടക്കുന്ന സ്വഭാവമില്ല. അവരെല്ലാം ജീവരാശികളെ അനുഗ്രഹിക്കുന്നവരാണ്. അപ്പം വിഷ്ണുവിൻ്റെ കൂടെ നടക്കുന്നവരെല്ലാം, പാർശ്വവർത്തികളെല്ലാം ജീവരാശികൾക്ക് ഉന്നതി ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. നീ മാത്രമാണ് എല്ലാവരെയും തമ്മിത്തല്ലിച്ചിട്ട് പാര വെച്ചിട്ട് നടക്കുന്നത്. പിന്നെ 40 സ്നേഹപാശ വിച്ഛേദനത്തിനുള്ള മാർഗമായിട്ട് ഇത് കരുതാമെങ്കിൽ, അതായത് സ്നേഹപാശ വിച്ഛേദനത്തിനുള്ള മാർഗമായിട്ട് ഇത് കരുതാമെങ്കിൽ എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ഒരു രണ്ട് മാർഗമാണുള്ളത്. ഒന്നിക്കൽ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധം ഏർപ്പെടുത്തിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പൊ അതിന് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നീ അതായത് സന്യാസത്തിലേക്ക് അവർ തിരിച്ചുവിടുക എന്നാൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാലും സന്യാസമാണല്ലോ. അപ്പൊ ആ നിലയിൽ ഇവന്മാരെ തിരിച്ചുവിട്ടതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല മാർഗം അതല്ലേ. പക്ഷെ അത് സൃഷ്ടിക്ക് തടസ്സമാണ്, സൃഷ്ടി നടക്കില്ല. പക്ഷെ ആ വിട്ടത് ആ മാർഗത്തിലാണ് നീ വിട്ടതെന്നെങ്കിൽ ആ ഉദ്ദേശം വെച്ചിട്ട് നീ കുത്തിത്തിരിപ്പല്ല, അവന് സന്യസിക്കട്ടെ, ബ്രഹ്മസാക്ഷാത്കാരം നേടട്ടെ എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് നീ പറഞ്ഞതെങ്കിൽ ഇത് കരുതാമെങ്കിൽ കൂടി അത് യാഥാർത്ഥ്യമൊന്നുമല്ല, അത് ശരിയൊന്നുമല്ല. ജ്ഞാനമില്ലാത്ത അവധൂത വേഷം ധരിച്ചു നടക്കുന്ന നിന്നിൽ ഈ വിധം ബുദ്ധി മറിക്കപ്പെട്ടത് കൊണ്ട് മാത്രം മനുഷ്യർ മനോവിരക്തി വരികയില്ല. ജ്ഞാനമില്ലാത്ത അവധൂത വേഷം ധരിച്ചു നടക്കുന്ന നിന്നാൽ നീ വലിയ ജ്ഞാനമൊന്നും എനിക്കില്ല, വലിയ സന്യാസിയുടെ ഭാവത്തിലാണ് നടക്കുന്നത്. പക്ഷെ നീയോട്ട് സന്യാസിയല്ല, ഉപദേശിച്ച് നടക്കുകയാണ് സന്യാസത്തിന്. അപ്പൊ ഇവരെല്ലാം സന്യസിക്കാൻ ഉപദേശിച്ച് നടന്നവരാണെങ്കിൽ നിനക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല. കാരണം എന്താണ് യഥാർത്ഥ ജീവിതം? നീയും ഭൗതിക ലോകത്തിലെ മായയിലകപ്പെട്ടാണ് നീയും നടക്കുന്നത്. എല്ലായിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇതൊന്നും സന്യാസിക്ക് യോജിച്ചല്ല. ആരെങ്കിലും പ്രേരിപ്പിക്കുകയൊന്നും സന്യാസിക്ക് സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കളഞ്ഞു കെട്ടി പോകുന്നവനാണ്. പിന്നെ ഈ ലോക കാര്യത്തിലൊന്നും ഇടപെടില്ല. നീ അതല്ല ചെയ്യുന്നത്. നീ സന്യാസി വേഷം ധരിച്ചിട്ട് സന്യാസത്തിലേക്ക് ആളെ വിടുന്ന മാതിരിയാണെങ്കിൽ നിന്റെ സ്വഭാവം ഇനി യോജിച്ചല്ല. എന്നിട്ടോ സന്യാസി അവധൂതന്റെ വേദർഷം ധരിച്ചിട്ട് നടക്കുകയാണ് നീ യഥാർത്ഥത്തിൽ ഒരു സന്യാസിയെ പോലെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ആ ജ്ഞാനമൊന്നും നിനക്ക് നേടിയിട്ടില്ല. നീ ആത്മീയ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. ഭൗതിക ലോകത്തിലാണ് ഈ പൾസുകളെല്ലാം ഉള്ളത്, ട്രിഗറിങ് പൾസുകൾ. അപ്പൊ അത് ഭൗതികമായിട്ടേ പറ്റൂ. അല്ല സന്യാസം ഉപദേശിക്കാൻ ഇങ്ങനെ ആക്കണമൊന്നുമല്ല. ഇനി നിന്നെ പോലെയുള്ളവർ ഉപദേശിച്ചത് കൊണ്ട് മനുഷ്യർക്ക് മനോവിരക്തി വരികയുമില്ല. അങ്ങനെയുള്ളവർ ഉപദേശിച്ചാൽ മനുഷ്യർക്ക് എന്ത് പറ്റൂല? വിരക്തി ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കുറേ ആത്മീയ ഗുരുക്കന്മാരുണ്ട്. എല്ലാവരും വിളിച്ചൊരു ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ പോലും ആ ബ്രഹ്മസാക്ഷാത്കാരം ഉപദേശിക്കുന്നവർ പോലും ആ എന്താണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവർക്കതിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ തയ്യാ വിട്ടെറിഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്യും, ഈ ഉപദേശിക്കാൻ നിൽക്കുമോ? അപ്പോൾ അങ്ങനെയുള്ളവർ ഉപദേശിച്ചാൽ ആരെങ്കിലും നന്നാകുമോ എന്ന് ചോദിച്ചാൽ അവർ നന്നാവില്ല എന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മളെ നാട്ടില് പല ആത്മീയ പ്രഭാഷണങ്ങളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, അങ്ങോട്ട് പോകണം, ഇതെല്ലാം മിഥ്യയാണെന്നെല്ലാം. പക്ഷെ ഇവരൊട്ട് പോകുന്നുമില്ല, ഈ കേൾക്കുന്നവരൊട്ട് പോകുന്നുമില്ല. ഈ പ്രഭാഷണം കേട്ടിട്ട് ആരെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് പോയിട്ടുണ്ടാ? എനിക്ക് വിരക്തി വന്നു, കുടുംബമെല്ലാം മിഥ്യയാണ്, എല്ലാം കളഞ്ഞു കെട്ടി ഷർട്ട് ഉരിയിട്ടിട്ട് പോകുന്ന ആരെ കൊണ്ടോ
അങ്ങനെയൊന്നും മനുഷ്യന് വിരക്തി വരില്ല എന്ന് പറയാണ്. നീ ഉപദേശിച്ചിട്ട് വിട്ടത് കൊണ്ട് നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. അങ്ങനെ ഒരാള് ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് പോവില്ല, സാധിക്കില്ല എന്ന് പറയുകയാണ്. അതായത് ആരെങ്കിലും ഉപദേശിച്ചത് കൊണ്ട്, ഉപദേശിക്കുന്നവർക്ക് തന്നെ അറിഞ്ഞിട്ടില്ല, ശരിയായ നിലയിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരും കളഞ്ഞു കെട്ടി പോകുമായിരുന്നു. അപ്പൊ അവർക്കൊരു ചുക്കും അറിയില്ല, ജ്ഞാനമില്ലാത്തവരാണ്. നീയും ജ്ഞാനമില്ലാത്തവരാണ്. നീ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കില്ല, നീ അങ്ങ് പോകുമായിരുന്നു. അതുകൊണ്ട് നീ ഉപദേശിച്ചത് കൊണ്ടും ആരും അങ്ങനെ പോകാനൊന്നും പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? അടുത്തതിൽ പറയുന്നു 41 മനുഷ്യർ ദുഃഖങ്ങളുടെ സ്വഭാവത്തെ അനുഭവിച്ച് അറിയുകയില്ല. ഇങ്ങനെ അനുഭവിക്കാതെ അറിയുകയില്ല. മനുഷ്യർ ദുഃഖങ്ങളുടെ സ്വഭാവത്തെ, മനുഷ്യന് ദുഃഖം ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങനെ തന്നെ ഉണ്ടാകണം? അനുഭവിച്ചറിയണം. അങ്ങനെ ദുഃഖം വരുമ്പോൾ അനുഭവിച്ചറിയുമ്പോഴാണ് അവർക്ക് എന്തുണ്ടാകുന്നത്? വിരക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾക്ക് വിരക്തി വരണം എന്ന് പറഞ്ഞത്, ഒരാളിങ്ങനെ കുടുംബം വെച്ച് നടക്കുന്ന ഒരുത്തരോട് ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകാൻ പോകുന്നില്ല. കാരണം അവന് വിരക്തി വരണം. അനുഭവത്തിലൂടെ ജീവിച്ചുകൊണ്ട്, കുടുംബമായി ജീവിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവന് തന്നെ തോന്നി ഇതെല്ലാം മിഥ്യയാണ്, ഇതൊന്നും താല്പര്യം. അപ്പം അനുഭവത്തിലൂടെയുള്ള ജ്ഞാനത്തിലൂടെയാണ് വിരക്തി ഉണ്ടാകുന്നത്. അപ്പം ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിതം തന്നെ ദുഃഖമാണിത്, ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഒരു കാര്യം സാധിക്കുമ്പോൾ വേറൊരിതൊന്നും വരും. ഇങ്ങനെ ആഗ്രഹങ്ങൾ പെരുക്കി പെരുക്കി ഈ സത്യം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ട് വിരക്തി വരുന്നവനെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുക. എല്ലാവരും ഒരാൾ ഉപദേശിച്ചത് കൊണ്ട് ഇത് വരാൻ പോകുന്നില്ല. നിനക്കൊട്ട് ഉപദേശിക്കാൻ അർഹതയില്ല, കാരണം നീ പോലും പോയിട്ടില്ല. വിരക്തി വരുള്ളൂ അങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ. കൃത്രിമ ബുദ്ധിയിലൂടെ അത് ഉണ്ടാക്കാവുന്നതല്ല. അങ്ങനെ കൃത്രിമം പ്രയോഗിച്ചിട്ട് ആരെങ്കിലെങ്കിലും ബ്രഹ്മജ്ഞാനത്തിനുള്ള വഴി സന്യാസത്തിലേക്ക് തിരിച്ചുവിടാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കൃത്രിമ ബുദ്ധിയിലൂടെ, അതിന് വേറെ കൃത്രിമ ബുദ്ധിയൊന്നുമില്ല. സ്വന്തം വിരക്തിയിൽ, ജീവിതത്തിൽ വിരക്തി വരണം. അത് അനുഭവത്തിലൂടെ തന്നെ സ്വയം വരും. ഈ ജീവിതം മിഥ്യയാണെന്ന് സ്വയം അനുഭവത്തിൽ തോന്നുക. എപ്പോഴാണ് തോന്നുക? നമ്മുടെ കർമ്മം തീരുമ്പോൾ. നമ്മൾ കർമ്മം തീരുമ്പോൾ ആ ശക്തി വിശേഷം പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്. ആഗ്രഹമില്ലാതെ വരുമ്പോൾ നമ്മൾ ഞാനെന്ന ചിന്തക്കും പ്രശസ്തിയില്ല. അപ്പോഴാണ് മനസ്സ് വിരക്തിയിലേക്ക് പോകുന്നത്. അല്ലാതെ ഉപദേശിച്ചുകൊണ്ടൊന്നും നടക്കില്ല. 42 42 പറയാണ്, കർമ്മമാർഗത്തിൽ നിഷ്ഠയുള്ളവരും. നമ്മൾ ദക്ഷൻ, നമ്മൾ തന്നെ ഇവിടെ ദക്ഷനും പാർട്ടികളെല്ലാം മക്കളിലൂട്ടിയാലും ഭാര്യയിലൂട്ടി എന്തിനാണ് ശ്രമിക്കുന്നത്? കർമ്മമാർഗത്തിൽ നിഷ്ഠയുള്ളവരാണ്. അതായത് ആ ശ്രീഹരി പറഞ്ഞിട്ടുള്ള നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, അവിടെ പ്രജകളെ കൊണ്ടെല്ലാം നടക്കണം. അതിൽ സദ്വൃത്തരും ആ ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഗൃഹസ്ഥാശ്രമികൾ, നമ്മൾ ഗൃഹസ്ഥന്മാരുടെ ആശ്രമികളായിട്ട്, ഭാര്യയായിട്ട്, കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അവരിലൂടെ ലോകം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ നേർക്ക് നീ പൊറുത്തുകൂടാതെ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതായത് അങ്ങനെ കുടുംബമെല്ലാം പോയിട്ട് നല്ലൊരു സൃഷ്ടി നടത്താനുള്ള ഭൗതിക ലോകത്തിലൂടെ ഒരു സൃഷ്ടിക്രമത്തിൽ പങ്കെടുക്കുന്ന നമ്മളോട് നേരെ നീ പൊറുത്തുകൂടാതെ തെറ്റാണ് പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും നീ ചെയ്തതിനെ ഞങ്ങൾ പൊറുക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നീ ചെയ്തതിനെ പൊറുക്കിയാണ്. അപ്പൊ ആ നിലയിൽ പൊറുത്തു, ശരി തന്നെ. നീ ചെയ്ത തെറ്റ് വല്ലാതെ തെറ്റ് തന്നെയാണ്. നല്ലൊരു കർമ്മത്തെ ഏറ്റെടുക്കുന്ന നമുക്ക് പാരവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ശ്രമിച്ചിരിക്കുന്നു. എന്നാൽ 43
സന്തതി ചരട അറുത്തവനെ, സന്തതികളുടെ ചരട അറുത്തവനെ, ആ മക്കളുടെ ചരട് നീ അറുത്തു. കാരണം നമ്മളിലൂടെയാണ് നമ്മുടെ അച്ഛൻ്റെ അപ്പൂപ്പന്മാരുടെയുള്ള ഗുണങ്ങളിൽ അടങ്ങിയ ആ ജനിതക ഘടനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ആ ജനിതക ഘടനയിൽ എന്തുണ്ട്? എൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ 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 എങ്ങനെ അമ്മേൻ്റെയും എല്ലാം പറയുന്ന തലമുറകളിലുള്ള ഗുണങ്ങളെല്ലാം എൻ്റെ ജനിതക ഘടനയിലുണ്ട്. അച്ഛൻ പാടുന്നതാണെങ്കിൽ പാടാനുള്ള കഴിവ് എൻ്റെ ജനിതക ഘടനയിലുണ്ട്. അമ്മ നൃത്തം ചെയ്യാനാണെങ്കിൽ ആ കഴിവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൂപ്പന് നിയമം നടപ്പാക്കാനാണെങ്കിൽ അതെൻ്റെ ഘടനയിലുണ്ട്. അപ്പൂപ്പന് വൈദ്യനാണെങ്കിൽ ആ ഗുണം എൻ്റെ ഘടനയിലുണ്ട്. തടിമെടുക്ക് ഇങ്ങനെ മനുഷ്യരിലുള്ള എൻ്റെ മുകളിലുള്ള പൂർവികരുടെ സ്വഭാവ വിശേഷങ്ങളുള്ള ജനിതക ഘടനയാണ് എന്നിലുള്ളത്. ഈ ഘടന ഞാൻ അടുത്ത തലമുറക്ക് കൊടുത്താൽ മാത്രമേ അതിൽ നിന്നും വേണ്ടതെടുത്തിട്ട് മക്കളുണ്ടായാൽ ഞാൻ ഇതെല്ലാം അവന് കൊടുക്കുകയാണ്. അവന് കൊടുക്കുമ്പോഴും അവൻ അതിൽ നിന്ന് കുറച്ചെടുക്കും. അവന് വേണ്ടത് എല്ലാം ഒന്നും എടുക്കില്ല. അപ്പൊ എനിക്ക് പാടേണ്ട കഴിവൊന്നുമില്ല, പക്ഷേ എൻ്റെ അച്ഛൻ്റെ പാടേണ്ട കഴിവാണ് എന്നിലുള്ളത്. അപ്പോൾ എൻ്റെ മകനത് കൊടുക്കുമ്പോൾ അതിന് പാടേണ്ട കഴിവ് അവന് വേണ്ടിക്കിൽ അതെടുക്കും. അപ്പൊ ഇങ്ങനെയാണ് കാലചക്രത്തിൽ ഈ പ്രകൃതിയുടെ ആ ഗുണവിശേഷങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് മക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ പൂർവികര് കോപിക്കുമെന്ന് പറയുന്നത്. പൂർവികർക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവർക്ക് കിട്ടിയ ആ ഗുണങ്ങൾ എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവർ ഉത്തരവാദിത്തമുണ്ട്, നിന്റെ പരമ്പരയിലൂടെ അങ്ങോട്ടോളം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗുണങ്ങൾ ഇങ്ങനെ കൊടുത്തുവിട്ടിരിക്കുന്നത്. കുറച്ച് ജനിതക ഘടനയെ എല്ലാം പഠിച്ചവർക്കേ ഇത് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ബാധ്യതയാണ് അത് അടുത്ത മകന് കൊടുക്കാൻ, അവൻ്റെ ബാധ്യതയാണ് അതിൻ്റെ അടുത്ത്. അങ്ങനെ ലോകത്തിൽ ഈ ഗുണങ്ങൾ ലോകാവസാനം വരെ പോകണം. ഞാനിത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ തലമുറയിലൂടെ എന്നെ ഏൽപ്പിച്ച അടുത്തേക്ക് കൊടുക്കാൻ ഞാൻ ചെയ്തില്ല എങ്കിൽ അവരുടെ എല്ലാ ശാപം ഞാൻ ഏൽക്കേണ്ടി വരും. കാരണം അവർ കടപ്പാടാണ്. ഇപ്പം ഞാൻ ഒരു പോസ്റ്റ്മാനാണ്, എനിക്കൊരു ലെറ്റർ തന്നിട്ട് ഇന്നാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കൊടുത്തിരിക്കണം. കൊടുത്തില്ല എങ്കിൽ അത് പാവമാണ്, കാരണം അയാളുടെ കർമ്മങ്ങളെല്ലാം തെറ്റും. അതുപോലെ എന്നിലൂടെ കുറേ എൻ്റെ ജനിതഘടനയിൽ പല തലമുറകളുടെ ക്വാളിറ്റീസ് ഉണ്ട്, അത് മക്കളിലെത്തണം. അപ്പോൾ ആ മക്കളിൽ നിന്ന് മക്കളുടെ ഉത്തരവാദിത്തമാണ് അത് അടുത്താക്ക് കൊടുക്കേണ്ടത്. കാരണം അതിൽ നിന്നാണ് ഭാവി തലമുറ സൃഷ്ടിക്കപ്പെടേണ്ടത്. കുറച്ച് ജനിതകമാണ്, അധികം പോകുന്നില്ല. അപ്പോൾ ഒരാളത് തടുത്തു കഴിഞ്ഞാൽ അത് വലിയ പാപമാണെന്ന് അതാണ് പറയുന്നത്. ആ ചെയിൻ അവിടെ മുറിഞ്ഞു പോവുകയാണ്. ആ ഗുണങ്ങൾ, അതിലുള്ള ഗുണങ്ങളെല്ലാം പ്രകൃതിക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റാതെ ആ വിത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ആ ചരടിനെയാണ് സന്തതി ചരടുകൾ, അവലെത്തി നിൽക്കുന്ന സന്തതി ചരടുകളെയാണ് നീ നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഹലോക പരലോക സ്ഥാനഭ്രംശം വരുത്തി വെച്ചിരിക്കുകയാണ് അവർക്ക്. അതായത് മോക്ഷം കിട്ടില്ല എന്ന് പറയും. നമുക്ക് മക്കളില്ലെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ച, പൂർവികരെ ഏൽപ്പിച്ച ഈ ജനിതകയിലുള്ള ക്വാളിറ്റീസ് മക്കളില്ലാതുകൊണ്ട് അത് അവിടെ വെച്ച് നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ പാപികളാണ്, നമുക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് ഈ പിള്ളേരെ ആക്കി. അതിനാൽ ഓരോരോ ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന നിനക്ക് സ്ഥിരമായ ഒരിടം ഉണ്ടാകില്ല എന്നുള്ളൊരു ശാപം കൊടുത്തു. നാരദന് ഒരു സ്ഥിര സ്ഥലമില്ല. കാരണം നാരദൻ അങ്ങനെ സ്ഥിരമായി നിന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം എൻ്റെ മനസ്സിലൊരു ചോദ്യം ചെയ്യുകയാണ്,
ഒരാൾ എന്നോട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വടക്കോട്ട് പോവുക, അമ്മ പറഞ്ഞിരിക്കുന്നത് തെക്കോട്ട് പോകുക. ഞാൻ വടക്കോട്ട് പോകണോ തെക്കോട്ട് പോകണോ എന്നറിയാതെ ഞാൻ അന്തപ്പെട്ട് നിൽക്കും. പിന്നെ എന്നെ അതിൽ രക്ഷിക്കുന്ന ആരാണ്? ഈ നാരദം വന്നിട്ട് ഉള്ളിൽ കുത്തിയിട്ട് പറയും നീ വടക്കോട്ട് പോയല്ലേ തെക്കോട്ട് പോകും. കാരണം എങ്ങോട്ടാണോ ആ ശ്രീഹരി തീരുമാനിച്ചിരിക്കുന്നത് ആ വഴിയിലേക്ക് നാരദം വന്നിട്ട് പറയും നീ വടക്കോട്ട് പോയാൽ മതി, തെക്കോട്ട് പോകണ്ട. അപ്പം ഞാൻ ആ വടക്കോട്ടേക്ക് പോകും. ഈ നാരദനില്ലെങ്കിൽ ഞാൻ ഈ കൺഫ്യൂഷനിൽ ഒന്നും ചെയ്യാതെ ഇവിടെ കിടന്ന് നടത്തിരിയേ ഉള്ളൂ. അതുകൊണ്ട് നാരദൻ ലോകം മുഴുവൻ എല്ലായിടത്തും കാലുവ് കുത്താൻ സമയത്ത് എൻ്റെ മനസ്സിൽ പോകണം. ഈ നാട്ടിലുള്ള കോടാനുകോടി ജനങ്ങളുടെയും മനസ്സിൽ പോയിട്ട് ഓരോ നിമിഷവും ജയിപ്പിക്കണം. അതുവരെ മൃഗങ്ങളെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഓടി നടക്കണം. ബ്രഹ്മലോകത്ത് പോകണം, ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകണം, വിഷ്ണുവിൻ്റെ അടുത്ത്, ശിവൻ്റെ അടുത്ത്, എല്ലായിടത്തും ആശാനിക്ക് ചെന്നേ പോയി. അതുകൊണ്ട് അത് ഈ ദക്ഷന്റെ ശാപം കൊണ്ടാണെന്ന് പറയും. കഥയിൽ ഓരോന്ന് വെച്ചങ്ങ് പൊട്ടിപ്പ് തൊങ്ങലും വെച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ നാരദന് നിൽക്കാൻ സ്ഥലമില്ല. എല്ലായിടത്തും ഈ നാരദൻ കയറിയിട്ട് ഇടപെടുകയാണ്. സജ്ജന സമ്മതനായ നാരദൻ അതിനെ ഓ ശരി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. ഓ ശരി അങ്ങനെ തന്നെ ആകട്ടെ, ഞാൻ ഒരു നടത്തമാണ്, അല്ലാതെ അങ്ങനെയാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അവരുടെ ശാപത്തിലൊന്നും വരാൻ കാര്യമൊന്നുമില്ല. മരശാപം കൊടുക്കാൻ അദ്ദേഹം നിന്നില്ല. അവന് പറ്റാത്തതുകൊണ്ടല്ല, വെടിക്ക് തിരിച്ച് ശാപം കൊടുക്കാം. അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം എന്താണെന്നത് ക്ഷമിക്കുക തന്നെയല്ലേ സജ്ജനങ്ങൾക്ക് നല്ലത്. സജ്ജനങ്ങൾക്ക് നല്ല പരിപാടി എന്താണ്? ക്ഷമിക്കുക. നാരദൻ ക്ഷമിക്കാനല്ല, എല്ലായിടത്തും പോയിട്ട് ശാപം കേട്ട് വാങ്ങിയാലും ഒന്നും പ്രതികരിക്കാൻ നിൽക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം അങ്ങേക്കും ദുഃഖം ഉണ്ടാണല്ലോ. കാരണം ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നാരദനായാലും ദുഃഖവും കഷ്ടപ്പാടും ഇങ്ങനെ ശാപങ്ങളും അതെല്ലാം ഏറ്റുവാങ്ങി നടക്കാനുള്ളതാണ് ഭൗതിക. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വിട്ടിട്ട് സന്യസിക്കാൻ പോകണം. ഈ നാരദപ്പണിയെല്ലാം മനസ്സിലാക്കി മതിയാക്കിയിട്ട് അത് പറ്റൂലല്ലോ. കാരണം അത് ശ്രീഹരി തീരുമാനിച്ചത്. നീ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നഷ്ടപ്പെട്ട് കിടക്കാം. അപ്പം ഈ ജീവിത ലോകത്തിൽ എല്ലാവരും ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭൗതിക ലോകത്തിൽ കർമ്മത്തിൽ ചെയ്ത് ദുഃഖിച്ച് കഷ്ടപ്പെട്ട് നരകിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഇതിൽ നിന്ന് മോക്ഷം ലഭിക്കണമെങ്കിൽ നമ്മളെ കർമ്മങ്ങൾ മുഴുവൻ തീരണം. തീർന്നു കഴിയുമ്പോൾ നമുക്ക് വിരക്തി വരും. നമ്മളെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാം.